അകതാരിൽ മധുമഴ പെയ്തു അഴകിൻ പുതുവർണ്ണം നെയ്തു ഇശലിൽ ശ്രുതിരാഗം മീട്ടി മഷിയിൽ ശുഭവരികൾ നീട്ടി ഖുഷിയായൊരു വിരുന്നൊരുക്കും മദഹ്‌റാവ്. ജയ്ഹോൻ ടി വി മദഹ്‌റാവ് കലാകൈരളിയുടെ കൊച്ചു കലാപ്രതിഭകൾ ഒരുക്കുന്ന ഇമ്പമാർന്ന ഇശൽ വിരുന്ന് കേരളത്തിൻ്റെ ഏറ്റവും വലിയ മദഹ് റിയാലിറ്റി ഷോയുടെ സീസൺ 1 സെമി ഫൈനലിൻ്റെ 4ാമത് എപ്പിസോഡിലേക്ക് മുഴുവൻ പ്രേക്ഷകരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹായ് ഫ്രണ്ട്സ്, പാരമ്പര്യത്തിൻ്റെ കരുത്തും പുതുമയുടെ പകിട്ടുമുള്ള ഒരു പിടി പാട്ടുകളാണ് കൊച്ചു കലാകാരന്മാർ നമുക്ക് മദഹ്‌റാവിലൂടെ അവതരിപ്പിക്കുന്നത്. ആദ്യമായി മദഹ്‌റാവ് സീസൺ 1 സെമി ഫൈനൽ 4ാം എപ്പിസോഡിൻ്റെ ജഡ്ജസിനെ പരിചയപ്പെടാം. മുസ്തഫ അദനി പടപ്പറമ്പ്, റഷീദ് മോങ്ങം, സി എ പാങ്. അതിഥികളായി എത്തിയിരിക്കുന്നു അഷ്റഫ് സാദി പാലപ്പെട്ടി, അബ്ദുറഹ്മാൻ ഹിക്കമി. എല്ലാവരെയും നമുക്ക് ഒരിക്കൽ കൂടി വളരെ സന്തോഷപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. അതുപോലെ ഈ എപ്പിസോഡിലെ 1ാമതായി നമുക്ക് വേണ്ടി പാടുന്ന കൊച്ചു പ്രതിഭ ആരാണെന്ന് നോക്കാം. കമി. ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എല്ലാവരും. പേര് പറഞ്ഞോളൂ. അഫ്ലഹ്. അഫ്ലഹ്. അഫ്ലഹ് ഫ്രം പുതുപ്പറമ്പ്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇനി പ്ലസ് വണ്ണിലേക്കാണ്. ആരാവാൻ പോകുന്നത്? IAS എടുക്കാൻ താല്പര്യമുണ്ട്. IAS, ഗ്രേറ്റ്. അപ്പോൾ മദഹ്‌റാവിലെ അഫ്ലഹ് അല്ലേ? ഇനി ഒരു അഫ്ലഹ് IAS ആയി വരില്ലേ? ഓൾ ദ വെരി ബെസ്റ്റ്. റിസൾട്ടൊക്കെ കലക്കിയെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, ഫുൾ A+. മദഹ്‌റാവിൻ്റെ ഉപഹാരവും കിട്ടി ഇല്ലേ? വേറെ ആരുടെയൊക്കെ ഉപഹാരം കിട്ടിയ? യൂട്യൂബ് ചാനൽസിൻ്റെ, പിന്നെ നാട്ടിലത്തെ ക്ലബുകളുടെ, പിന്നെ പാർട്ടി വൈസായിട്ടുള്ളതും പഞ്ചായത്ത്. ഒരുപാട് ഉപഹാരങ്ങളൊക്കെ കിട്ടി. അപ്പോൾ ഇനി അഫ്ലഹ് IAS ആയി വരുമ്പോൾ എത്ര എങ്ങാനും ഉപഹാരങ്ങളായിരിക്കും നമ്മൾ കാത്തിരിക്കുന്നത് അല്ലേ? വലിയ സന്തോഷം ഉണ്ടാവില്ലേ? യെസ്. അപ്പോൾ തീർച്ചയായിട്ടും അഫ്ലഹിന് അത് സാധിക്കട്ടെ. നന്നായി പാടാനും നന്നായി പഠിക്കാനും കഴിയട്ടെ. റൈറ്റ്. ഏത് പാട്ടാണ് പാടുന്നത്? മെഹബൂബുൽ ബാക്കിയ. അപ്പോൾ വളരെ നല്ലൊരു പാട്ടുമായി നമുക്ക് മുമ്പിലേക്ക് അഫ്ലഹ് വന്നിരിക്കുകയാണ്. നമുക്കൊരിക്കൽ കൂടി അഫ്ലഹിനെ സ്വാഗതം ചെയ്യാം. അഫ്ലഹ്. മഹബൂബുൽ ബാക്കിയാം മുഹിയുദ്ദീൻ ശൈഖിയാം ബഗ്ദാദിൽ മൺമറഞ്ഞോലിയേ മഹാരാജനിധിയേ മറയാത്ത മണിയേ ഷാഹിദ് അബ്ദുൽ ഖാദിറോലിയേ ഷാഹിദ് അബ്ദുൽ ഖാദിറോലിയേ മഹബൂബുൽ ബാക്കിയാം മുഹിയുദ്ദീൻ ശൈഖിയാം ബഗ്ദാദിൽ മൺമറഞ്ഞോലിയേ മഹാരാജനിധിയേ മറയാത്ത മണിയേ ഷാഹിദേ അബ്ദുൽ ഖാദിറോലിയേ ഷാഹിദേ അബ്ദുൽ ഖാദിറോലിയേ. മണ്ണിൽ ജലാല മൗലദവീല മുൻമുൻ ബിലായത്തുള്ളോരേ മുൻമുൻ ബിലായത്തുള്ളോരേ മുന്തും പുരാനേ മുഹബ്ബത്തുൽ സീനേ ദീനിന്നേറിയിൽ നിലാവേ ദീനിന്നേറിയിൽ നിലാവേ മഹബൂബുൽ ബാക്കിയ മുഹിയുദ്ദീൻ ശൈഖിയ ബഗ്ദാദിൽ മൺമറഞ്ഞോലിയേ മഹാരാജനിധിയേ മറയാത്ത മണിയേ ഷാഹിദേ അബ്ദുൽ
ഖാദിറോലിയേ ഷാഹിദേ അബ്ദുൽ ഖാദിറോലിയേ ലായിക്കത്തോതി ലാമലിഫിൽ കൂടി ലൗഹിൽ കുറി ധരിച്ചോരേ ലൗഹിൽ കുറി ധരിച്ചോരേ ഐനുൽ ദുജൂദ് അനന്തര ചൂത് ദുനിയാവിൽ ഷൗക്കഴിച്ചോരേ ദുനിയാവിൽ ഷൗക്കഴിച്ചോരേ മഹബൂബുൽ ബാക്കിയ മുഹിയുദ്ദീൻ ശൈഖിയ ബഗ്ദാദിൽ മൺമറഞ്ഞോലിയേ മഹാരാജനിധിയേ മറയാത്ത മണിയേ ഷാഹിദേ അബ്ദുൽ ഖാദിറോലിയേ ഷാഹിദേ അബ്ദുൽ ഖാദിറോലിയേ മഹബൂബുൽ ബാക്കിയ മുഹിയുദ്ദീൻ ശൈഖിയ ബഗ്ദാദിൽ മൺമറഞ്ഞോലിയേ മഹാരാജനിധിയേ മറയാത്ത മണിയേ ഷാഹിദേ അബ്ദുൽ ഖാദിറോലിയേ ഷാഹിദേ അബ്ദുൽ ഖാദിറോലിയേ ഷാഹിദേ അബ്ദുൽ ഖാദിറോലിയേ. ഹായ്, അടിപൊളിയായല്ലോ അല്ലേ? യെസ്, വളരെ നന്നായിട്ടുണ്ട്. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം അല്ലേ? യെസ്, മുസ്തഫ സർ. അഫ്ലഹ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം. മോനെ, ഇത് നമ്മുടെ KT മൊയ്തീൻ സാഹിബിൻ്റെ ജ്യേഷ്ഠൻ KT മുഹമ്മദ് രചിച്ച് ഏവിക്ക പാടിയ ഒരു പാട്ടാണ് അല്ലേ? എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ട്. മൊഹീദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് മനോഹരമായിട്ടുള്ളൊരു പാട്ട് മോന് നന്നായി അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നിയൊരു വിഷയം, പല്ലവി ആദ്യം ഒന്ന് പാടി പിന്നെ പല്ലവി റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയൊരു നിർത്തലുണ്ട് അല്ലേ? അത് വല്ലാത്തൊരു അരോചകം ഫീൽ ചെയ്യുന്നുണ്ട്. സാധാരണ ഇടത്താളങ്ങൾ പല്ലവി കഴിഞ്ഞ് അനുപല്ലവി പാടുന്ന സമയത്ത്, ചരണം പാടുന്ന സമയത്തൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതങ്ങനല്ല. ഒരു ബുദ്ധിമുട്ടി വന്ന് പാട്ട് പാടുന്നതിലൊരു ബുദ്ധിമുട്ട് വന്ന് നിർത്തുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ബ്രീത്ത് കൊണ്ടുപോയി വെക്കുന്നിടത്തുള്ള പ്രശ്നമാണ്. സസ്റ്റെയിൻ ചെയ്ത് നിർത്തുമ്പോൾ അതിൻ്റേതായ വൃത്തിയിൽ നിർത്തുക. ബാക്കി വിഷയങ്ങളൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് ഗംഭീരമായിട്ട് പാടിയിട്ടുണ്ട്. നല്ലൊരു അവതരണമായിരുന്നു. പാട്ടിൻ്റെ ആ ഒരു തലത്തിലേക്ക് ഓഡിയൻസിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വരും വേദികളിലൊക്കെ ഗംഭീര പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. സിയ അവിടെ എന്തോ പറയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. സിയ, ഞാൻ എന്തെങ്കിലും പറയണോ? പറയാലേ? എനിക്ക് വളരെ ഇഷ്ടമായിട്ട് മോനെ. എനിക്ക് ഇങ്ങനെ തോന്നിയതൊരു, അതായത് എൻഡ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ കുറച്ചുകൂടെ ഒക്കെ ഒരു പെർഫെക്ഷൻ വേണം എന്നുള്ളൊരു തോന്നലാണ് കാര്യമായിട്ട് തോന്നിയത്. പിന്നെ മോൻ്റെ ആ പാടി തീർക്കാനുള്ള വ്യഗ്രതയിൽ പലപ്പോഴും റിതം മോൻ ശ്രദ്ധിച്ചില്ലേന്ന് എനിക്കിങ്ങനെ തോന്നുക. അയാളാണ്ട് എത്തിപ്പെടാൻ, എൻ്റെ കൂടാണ് വരാൻ അങ്ങോട്ട് അടിച്ചങ്ങോട്ട് കുഴങ്ങണ പോലെ. പക്ഷെ എന്നാലും മൊത്തത്തിൽ നോക്കുമ്പോൾ ആ പാട്ടിൻ്റെ എല്ലാ തലങ്ങളും മോൻ ഉൾക്കൊണ്ടിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് തന്നെ പാടാൻ എല്ലാ ശ്രമങ്ങളും മോൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ആ ഒരു എഫർട്ടിനാണ് എൻ്റെ സല്യൂട്ട്. എല്ലാവിധ സന്തോഷം. താങ്ക് യു. ബഷീർക്കോട് ചോദിക്കാമല്ലേ? അഫ്ലഹേ, ഇനിയിപ്പോൾ ഞാനായിട്ട് മോശങ്ങളൊന്നും പറയുന്നില്ല. അഫ്ലഹ് നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. ഇവിടെ പിന്നെ അഫ്ലഹിൻ്റെ കാര്യമായിട്ടുള്ള പ്രശ്നം കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ഉള്ള പോലെ തന്നെ അഫ്ലഹ് ബ്രീത്ത് എക്സസൈസ്, ബ്രീത്തിങ്ങിൻ്റെ ഒരു പ്രശ്നം വല്ലാതെ ഉണ്ട് അല്ലേ? അതുകൊണ്ടാണ് ആ എൻഡിങ് പൂർത്തിയാവാത്തത്. എപ്പോഴും ഒരു എൻഡ് അവിടെ അങ്ങനെ ഉണ്ടാവും, അത് പൂർത്തിയാകുന്നില്ല. ആ ഒരു വിഷയം മാത്രം പ്രത്യേകം ആ ഒലിയെ എന്നുള്ളിടത്തൊക്കെ ചില സമയങ്ങളിൽ ക്ലിയർ ആകുന്നുണ്ട് അല്ലേ? ഏതാ ഭാഗം ഒന്ന് പാടി നോക്കല്ലേ? മഹബൂബുൽ ബാക്കിയ പാട്.
മഹബൂബുൽ ബാക്കിയ മുഹിയുദ്ദീൻ ഷെയ്ഖിയ ബഗ്ദാദിൽ മൺമറഞ്ഞോലിയേ മഹാരാജനിധിയേ മറയാത്ത മണിയേ ഷാഹിദേ അബ്ദുൽ ഖാദിറോലിയേ ഷാഹിദേ അബ്ദുൽ ഖാദിറോലിയേ. ആ അപ്പം അത് ക്ലിയറായി. അത് കഴിയും, വേണം എന്ന് വെച്ചാൽ കഴിയും, പക്ഷെ വെക്കാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ്. അതാണ് എപ്പോഴും പറയാറ്, ആ ഒരു പ്രശ്നമാണ്. അത് പ്രാക്ടീസിൻ്റെ ഒരു പോരായ്മ തന്നെയാണ്. അപ്പോൾ അത്തരം വിഷയങ്ങൾ, അതുപോലെ തന്നെ ടൈമിങ്ങിൻ്റെ കാര്യം, ഇപ്പോൾ വിലായത്തുള്ളവരെ ആ ഭാഗത്താണ് അതിനൊരു ടൈമിങ് ക്ലിയർ ആയില്ല. അതേപോലെ തന്നെ പല്ലവി പാടി റിപ്പീറ്റ്, മുസ്തഫ ഉസ്താദ് സൂചിപ്പിച്ചില്ലേ ഒരു റിപ്പീറ്റേഷൻ വരുന്ന ആ ഭാഗത്തും അങ്ങനെ ഒരു താളത്തിൻ്റെ ചെറിയ, പക്ഷെ അതൊന്നും അറിയില്ല. എന്നാലും അതൊക്കെ കവർ ചെയ്ത് മോനത് അസാധ്യമായി പാടിയിട്ടുണ്ട്. പോരായ്മ ഈ ബ്രീത്തിങ്ങിൻ്റെ കാര്യം പ്രത്യേകം അഫ്ലഹ് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അത് അഫ്ലഹിൻ്റെ കയ്യിലാണുള്ളത്. വേണമെന്ന് വിചാരിച്ചാൽ അത് ശരിയാവുന്നതേ ഉള്ളൂ. മനസ്സിലായോ? ഏതായാലും IAS ആവാനുള്ളതല്ലേ അല്ലേ? ആ ഇൻഷാ അല്ലാ ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോ, കുഴപ്പമില്ല. ഏതായാലും ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നല്ല കമൻസ് കേട്ടല്ലോ. യെസ്, നമുക്ക് 2 അതിഥികളുണ്ട്. മാപ്പിളപ്പാട്ട് രംഗത്ത് വളരെ പ്രഗത്ഭരായ, മാപ്പിളപ്പാട്ട് അല്ലെങ്കിൽ മദ്ഹ് ഗാനവുമൊക്കെയായി ബന്ധപ്പെട്ട് അതുമായി ഇഴുകിച്ചേർന്ന ഒരാളുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ വെയിലേറ്റു പാടുന്ന പൂമട്ടു കണ്ടില്ലേ, എന്നിട്ടും രണ്ടിറ്റു കണ്ണീർ പൊഴിഞ്ഞില്ലേ എന്നൊക്കെ ഒരു പാട്ട് ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരൻ സൈഫുദ്ദീൻ പാടുമായിരുന്നു. അപ്പോൾ സൈഫുദ്ദീനാണ് അഷ്റഫ് സാദി എന്ന് പറയുന്ന ഒരാളെ എനിക്ക് ആദ്യമായി അങ്ങനെ ഡയറക്റ്റ് പരിചയപ്പെടുത്തുന്നത്. കാസറ്റിൻ്റെ മേലേക്ക് ആദ്യം പേര് കാണുമായിരുന്നു. ഓഡിയോ കാസറ്റുകളുള്ള കാലത്ത് തന്നെ വളരെ നല്ല, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ എഴുതിയ അഷ്റഫ് സാറ് നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് എന്താണ് അഷ്റഫ് സാർ? അഫ്ലഹ്, ഒരു അതിഥിയുടെ സീറ്റിലിരുന്നുകൊണ്ട് എന്തൊക്കെ പറയാൻ പാടില്ല എന്ന് എനിക്കിപ്പോൾ അറിയില്ല. ഏതായാലും ഒരു വിരുന്നുകാരൻ എന്ന നിലയ്ക്ക് എനിക്ക് വളരെ സന്തോഷകരമായൊരു വിരുന്നായിരുന്നു അങ്ങയുടെ പാട്ട്. മെഹബൂബുൽ ബാക്കിയ എന്നുള്ള പാട്ട് ചെറുപ്പം മുതലേ ഞങ്ങൾ കേൾക്കുന്ന പാട്ട്. സൂഫി ഗാനമാണത്. സൂഫി വചനങ്ങൾ ധാരാളം പ്രയോഗിച്ചിട്ടുണ്ട് രചയിതാവതിൽ. ഈ സൂഫി ഗാനങ്ങൾ പാടുമ്പോഴുണ്ടാകുന്ന അതിൻ്റെ ഇസ്തിലാഹാത്ത് എന്നാണ് ഞാൻ അറബിയിൽ പറയാം, അതിൻ്റെ സാങ്കേതിക പദങ്ങൾ. ആ സാങ്കേതിക പദങ്ങൾ പലരും പല രൂപത്തിലായിരിക്കും പാടുക. അത് ഒറിജിനൽ പാടിയ ഗായകനാവട്ടെ, കേട്ടുപാടുന്നവരാവട്ടെ, എല്ലാവരും സൂഫി പദങ്ങളിൽ അത് ശരിയാക്കുന്ന വിഷയത്തിൽ ലുബ്ധരാണ് എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ മെഹബൂബുൽ ബാക്കിയ ഞാൻ ചെറുപ്പത്തിൽ എപ്പോൾ കേട്ടാലും തുടങ്ങി കഴിയോളം കേട്ടിരിക്കുന്നൊരു പാട്ട്. മിക്ക പാട്ടുകളും നമുക്ക് പല്ലവി പോലും കേട്ടിരിക്കാൻ സാധ്യമല്ല. പക്ഷെ മെഹബൂബുൽ ബാക്കിയ തുടങ്ങി അവസാനിക്കുന്നത് വരെ ആരും കേട്ടിരുന്നു പോകും. ഒരുപാട് ആളുകൾ ഈ പാട്ട് പാടുന്നത് കേട്ടതിൽ വളരെ കാലത്തിന് ശേഷം നന്നായി പാടിയ ഒരു സദസ്സിലാണ് ഞാൻ ഇരിക്കുന്നതിലുള്ള സന്തോഷം എനിക്കുണ്ട്. അഫ്ലഹ്, എനിക്ക് മുമ്പേ അറിയാം അദ്ദേഹത്തെ. എൻ്റെ പാട്ടുകൾ അദ്ദേഹം പാടുമ്പോഴും പലരും അക്ഷരം തെറ്റിച്ച് പാടുമ്പോഴൊക്കെ എൻ്റെ പാട്ടുകൾ വളരെ നന്നായിട്ട് പാടാൻ ശ്രമിച്ചിട്ടുള്ളൊരു ഗായകനാണ് അദ്ദേഹം. അപ്പം അദ്ദേഹത്തിൽ നിന്ന് തന്നെ തെറ്റാതെ അക്ഷരങ്ങളൊക്കെ ശരിയാക്കി വളരെ പ്രാക്ടീസൊക്കെ നടത്തിയിട്ട് വന്ന ഒരാളെപ്പോലെ, ഒരു പ്രഗത്ഭനായ ഗായകനെ പോലെ, ഒരു പ്രൊഫഷണലിനെ പോലെ അദ്ദേഹം പാടി അവസാനിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇനിയുള്ള വരാനിരിക്കുന്ന വേദികളിലും അങ്ങേക്ക് ഇടം കിട്ടട്ടെ, അവിടെയൊക്കെ നന്നായി പാടട്ടെ, പാടാൻ അവസരം ഉണ്ടാവട്ടെ. ഇനി ഇത് കഴിഞ്ഞാലും ഗാനരംഗത്ത് അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്നൊക്കെയാണ് എനിക്ക് ഒരു അതിഥി സീറ്റിൽ നിന്ന് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ ശ്വാസത്തിൻ്റെ പ്രശ്നം അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെതാണ്. അത് എത്ര പ്രാക്ടീസ് ചെയ്താലും ഈ പ്രായത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും. അത് ആ പ്രായത്തിനെ അതിജയിക്കുമ്പോൾ, പ്രായം കടക്കുമ്പോൾ നമ്മുടെ ഇപ്പോൾ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും താനെ തിരുത്തപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. മഹാനായ മൊഹീദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് എഴുതപ്പെട്ടതിലും കേൾക്കപ്പെട്ടതിലും വെച്ച ഏറ്റവും മനോഹരമായ ഈ ഗാനം സമ്മാനിച്ച അഫ്ലഹിന് എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. താങ്ക് യു. സന്തോഷമായില്ലേ? അപ്പോൾ ഫുൾ A+ൻ്റെ സമ്മാനത്തിന് പുറമെ ഇനി ഞങ്ങളെല്ലാവരെയും കൂടെ ഒരു ദിവസം വിളിക്കുക, എന്നിട്ട് നല്ലൊരു ബിരിയാണി ഉണ്ടാക്കുക, സൽക്കരിക്കുക. ഉണ്ടാവും,
അഷ്റഫ് ഉസ്താദ് ഉണ്ടാവും, അങ്ങനെ ഒരു ഫുൾ ടീം ഉണ്ടാവും. എവിടെയാണ് വീട്? പുതുപ്പറമ്പ് കോട്ടയ്ക്കൽ. കോട്ടക്കൽ. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടി നമുക്ക് അഫ്ലഹിനൊരു ലൈക്ക് കൊടുക്കാം. ലൈക്കോ കിട്ടിയിട്ടുണ്ട്, സന്തോഷമായല്ലോ. ഓക്കെ, ഇനിയും കാണാം. ആൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, ജയ്ഹുൻ മധുഹിരാവ് സീസൺ 1 സെമി ഫൈനലിൻ്റെ 4ാമത് എപ്പിസോഡിൽ ഇനി നമുക്കായി പാടുന്നത് മുഫ്ലിഹ് പാണക്കാട്. മുഫ്ലിഹ്, വെൽക്കം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമാണ്. പാണക്കാട് നിന്നാണ് വരുന്നത് അല്ലേ? പാണക്കാട്. എന്തൊക്കെയാണ് പാണക്കാട്ടെ വിശേഷങ്ങളൊക്കെ? കുഴപ്പമില്ല, പോകണം. പാണക്കാട് എന്ന് പറയുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഒരു ഫാമിലിയുടെ പേരാണ് അല്ലേ? അവരുടെ അടുത്താണോ? അവിടുന്ന് കുറച്ച് പോകണം. ആ, തങ്ങന്മാരൊക്കെ ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. പോകാറില്ലേ അവിടെ? ഇടയ്ക്ക് പോകാറുണ്ട്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 9th. എന്തൊക്കെയാണ് പരിപാടികൾ? പാട്ട് പാടാറില്ലേ? പാടാറുണ്ട്. വലിയ പാട്ടുകാരനാണല്ലേ? അങ്ങനെയൊന്നുമില്ല. എത്ര വലുതാണ്? ചെറുതാണ്? എത്ര ചെറുതാണ്? എവിടെയൊക്കെയാണ് പാടില്ല? യൂട്യൂബിൽ പാടാറുണ്ട്. എത്ര പാട്ട് പാടിപ്പോൾ? എനിക്കറിയില്ല. അറിയില്ല. അത്രയും പാട്ടുകൾ പാടിയിട്ടുള്ള വളരെ മിടുക്കനായ ഒരാളാണ് മുഫ്ലിഹ്. അപ്പോൾ മുഫ്ലിഹ് നമുക്ക് വേണ്ടി പാടുകയാണ്. മുഫ്ലിഹ് ഏത് പാട്ടാണ് പാടുന്നത്? ഓമന മുഹമ്മദ്. അപ്പോൾ വീണ്ടും വളരെ മധുരോദാരമായ ഒരു പാട്ടുമായി നമുക്ക് മുമ്പിലേക്ക് നമുക്ക് മുഫ്ലിഹിനൊരു ലൈക്ക് ആദ്യം തന്നെ കൊടുക്കാം. ഓക്കെ മുഫ്ലിഹ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓമന മുഹമ്മദീനെ ഓത്തിനായ ചില്ല, ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിപ്പില്ല. ഓമന മുഹമ്മദീനെ ഓത്തിനായ ചില്ല, ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിപ്പില്ല. ആമിന ബീവിൻ്റെ കൽബിൽ നൊമ്പരം പേരൂത്ത്, ആറ്റലായ മോനെ ഓർത്ത് വേദന കോരൂത്ത്. ഓമന മുഹമ്മദീനെ ഓത്തിനായ ചില്ല, ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിപ്പില്ല. ഏറ്റ ദുഃഖം കാട്ടിടാതെ ഓമനിച്ചണച്ച്, ആമിന ബീ പൂമകനിൽ ചുംബനമണച്ച്. അത്തറിൻ തൻ മുത്ത് മോനെ ആറ്റ് നോറ്റ് പോറ്റി, ആമിന ബീ ആശയോടെ പൂമകനെ തീറ്റി. അങ്ങനെ കാലം കഴിയും കാലമോരോ നാളിൽ, ആമിന ബീയും മകനെ വിട്ടുപോയി വിണ്ണിൽ. ആരുമില്ലാതേകനായി ഭൂമിയിൽ നബിയുള്ള, 6 വയസ്സായ കാല താറ്റല നബിയുള്ള. ഭൂതലം പൂക്കുന്ന മുമ്പേ പാപ്പയും പിരിഞ്ഞു, ബാലനായി വരുന്ന കാലം ഉമ്മയും പിരിഞ്ഞു. ആരുമാരും ഓമനിച്ചില്ലെങ്കിലും വളർന്നു, ആടലെന്നിൽ ആടുമേറ്റ്
വെച്ച കൊച്ചുമോൻ വളർന്നു. ഓത്തുപള്ളിയിലോതിയില്ല എങ്കിലും ആ ബാലൻ ഓർത്തിടാതെ പോലുമൊറ്റ കള്ളമോതിയില്ല. നേരുമാത്രം ചൊന്നതാലെ സത്യവാനാ ബാലൻ നേടിയല്ല മീനതെന്ന യാതി സത്യശീലൻ. ഓമന മുഹമ്മദീനെ ഓത്തിനായ ചില്ല. ഓമനിക്കാൻ ബാപ്പ വേണം ബാപ്പ ജീവിപ്പില്ല. ആമിന ബീവിൻ്റെ കൽബിൽ നൊമ്പരം പേരൂത്ത് ആറ്റലായ മോനെ ഓർത്ത് വേദന കോരൂത്ത്. ഓമന മുഹമ്മദീനെ ഓത്തിനായ ചില്ല. ഓമനിക്കാൻ ബാപ്പ വേണം ബാപ്പ ജീവിപ്പില്ല. വളരെ നല്ലൊരു പാട്ട് അല്ലേ? എല്ലാവരെയും ഒരു വല്ലാത്ത ഫീലിങ്ങിൻ്റെ ലോകത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു പാട്ട്. നന്നായി പാടിയില്ലേ? കുഴപ്പമില്ലാതെ പാടി. ഓക്കെ, നമുക്ക് ചോദിച്ചു നോക്കാം. റഷീദ് ഖാൻ. മുഫ്ലിഹെ, ഞാനൊന്നും പറയുന്നില്ല, അസാധ്യമായിട്ട് തന്നെ മോനത് ആലപിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഓ അബു സാഹിബ് രചിച്ച് ഇരിഞ്ഞോളി മൂസക്ക പാടിയ ഒരു ഗാനാണിത്. ഈ പാട്ട് മൂസക്ക തന്നെ പാടുന്നത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് തവണ അതിങ്ങനെ കേട്ടിരുന്നു പോകും. അത്രയും മനോഹരമായൊരു ഗാനാണ്. അതും മുഫ്ലിഹ് വളരെ മനോഹരമായിട്ട് തന്നെ ആലപിച്ചിട്ടുണ്ട്. ഇതിൽ പിന്നെ കാര്യമായി ഒന്നും ആ ഒരു ഭൂതലം, അതിൻ്റെ ആ ഒരു തുടക്കത്തിൻ്റെ ഒരു ചെറിയൊരു ടൈമിങ്ങിൻ്റെ ഒരൊറ്റ വിഷയം, വേറെ കൂടുതലായിട്ട് ഇതിലൊന്നും ഇല്ല. അത്രയും മനോഹരമായിട്ട് തന്നെ ഒരു പാട്ട്. അത് ലളിതമാണെങ്കിൽ പോലും ഈ പാട്ട് സംഗീതം കൊണ്ട് വളരെ അപാരമായൊരു പാട്ടാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് അത് അത്രയും മനോഹരമായി തന്നെ മുഫ്ലിഹ് അത് പാടിയിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഏതോ ഒരു എപ്പിസോഡിൽ അല്ലേ മുഫ്ലിഹിന് ചെറിയൊരു പിഴവ് സംഭവിച്ച, പക്ഷെ അതൊക്കെ തിരുത്തി ഈ ഒരു റൗണ്ട് അത് അതിമനോഹരമായി മുഫ്ലിഹ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമ്മുടെ അഭിനുസ്താദ് എന്താ പറയുക നോക്കല്ലേ? മുഫ്ലിഹ വളരെ നന്നായി പാടി. ഓമന മുഹമ്മദിനെ ഓത്തിനയച്ചില്ല. നമ്മുടെ ഏതൊരു കുട്ടികളുടെ മനസ്സിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു പാട്ടാണ്. പണ്ടൊക്കെ റബീഉൽ അവ്വലിന് ഏറ്റവും കൂടുതൽ കേട്ടിരുന്നൊരു പാട്ട്. വളരെ നല്ല ഒരു സെലക്ഷനാണ് അത്. അതിൻ്റെ ഫീലിംഗൊക്കെ നിലനിർത്തി നന്നായി പാടാൻ പറ്റി അല്ലേ? കുഴപ്പമില്ല. എന്തായാലും ഓർമ്മപ്പെടുത്താനുള്ളത്, ആറ്റുനോറ്റ് പോറ്റി ആമിനാബി ആശയോടെ പൂമകനെ തീറ്റി, അത് കഴിഞ്ഞിട്ട് അങ്ങനെ കാലം കഴിയും. അവിടേക്ക് ചാടുന്നിടത്തുള്ള ഒരു ചെറിയൊരു താളപ്പശക്ക് സ്റ്റാർട്ടിങ്ങിൽ മാത്രം വന്ന ഒരു പ്രശ്നം. പിന്നെ നല്ല മനോഹരമായിട്ടുള്ള നമ്മുടെ ഇത് പാട്ട് കേട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മൾ മദ്രസയിൽ പഠിച്ച 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലൊക്കെ പഠിച്ച താരീഖ് ചരിത്രം ഓരോരുത്തരുടെയും മനസ്സിലേക്ക് വരും. ഓത്തുപള്ളി ലോധിയില്ല എങ്കിലും ആ ബാലൻ ഓർത്തിടാതെ പോലും ഒറ്റ കള്ളമോതിയില്ല. ആ ഒരു സംഗതി ഒത്തുപള്ളിയിൽ പോയി ഓതി പഠിച്ചിട്ടില്ല, എന്നാലോ ഓർത്തിടാതെ പോലും ഒരു കള്ളം പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന കവിയുടെ മനോഹരമായിട്ടുള്ള അവതരണമാണത്. അപ്പോൾ നല്ലൊരു സെലക്ഷൻ, എല്ലാ നിലക്കും ഗംഭീരമായിട്ടുണ്ട്. വരും വേദികളിലൊക്കെ നല്ല മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നു. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. മുഫ്ലിഹിൻ്റെ പാട്ട് ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, മുഫ്ലിഹ് ഏത് പാട്ടാണെങ്കിലും അതിനോട് സമീപിക്കുന്ന രീതിയാണ്. മുഫ്ലിഹിൻ്റെ ഒത്തിരി പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഓരോ പാട്ടും മോനത് ഒരു പക്ഷേ ഇന്ന് കൊടുത്ത് നാളെ പാടുന്നതാണെങ്കിൽ പോലും അത് ആളുകളുടെ ഇടയിലേക്ക് എത്തുമ്പോൾ നല്ല രൂപത്തിലായിരിക്കണം എന്നുള്ളൊരു തോന്നൽ മോൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ അതിനു വേണ്ടി കഠിന പരിശ്രമം നടത്തിയിട്ട് മറ്റുള്ള കുട്ടികളിൽ നിന്നൊക്കെ വിഭിന്നമാണത്. എല്ലാ കുട്ടികളും അങ്ങനെയൊന്നല്ല. പല കുട്ടികളും ഒരു 2-3 പാട്ട് പാടുമ്പോൾ പിന്നെ വലിയ പാട്ടുകാരായി. മുഫ്ലിഹ് എത്രയോ പാട്ടുകൾ പാടിയിട്ടും
ഇപ്പോഴും ഒരു പാട്ട് കയ്യിൽ കിട്ടിയാൽ ഇന്ന് വന്ന പുതിയ കുട്ടിയെ പോലെ ആ പാട്ടിനെ സമീപിക്കുന്നു എന്നുള്ളത് വലിയ ഒരു ക്വാളിറ്റി ആയിട്ട് തന്നെ കാണണം. ഇവിടെ സത്യം പറഞ്ഞാൽ ഈ പാട്ടിൽ പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യതീമായി വളർന്നതും കാര്യങ്ങളൊക്കെയാണല്ലോ. ഇതൊക്കെ മഹാന്മാർ പറയുന്നത് നമുക്ക് ചെറുപ്പത്തിൽ ഇഷ്ടമുള്ള ഒരു കളിപ്പാട്ടം കിട്ടിയാൽ അത് മറ്റാർക്കും കൊടുക്കൂല നമ്മൾ, ശരിയല്ലേ? അത് നമ്മളതായിട്ട് തന്നെ ആര് ചോദിച്ചാലും കൊടുക്കൂല തരൂല എന്നതുപോലെ അള്ളാഹുവിൻ്റെ റസൂലിനെ അള്ളാഹു അത്രത്തോളം പല ആളുകളും ഒരു കുറ്റമായിട്ട് പറയും, യതീമായിട്ട് വളർന്നു, ഒരുപാട് ക്ലേശം സഹിച്ചു. സത്യത്തിലൊന്നും സഹിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം അള്ളാഹുവിൻ്റെ സംരക്ഷണം സദാസമയവും റസൂലിന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ റസൂലിന് അള്ളാഹുവുമായിട്ടുള്ള അടുപ്പം അല്ലെങ്കിൽ അള്ളാഹ്ക്ക് റസൂലുമായിട്ടുള്ള അടുപ്പം ചെറുപ്പം മുതലേ ഉള്ളത് കൊണ്ട് അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ തന്നെ വളർത്തണമെന്ന് അള്ളാഹുവിന് അതിയായ ഹബീബിനോടുള്ള ഹുബ്ബ്, അതാണ് സത്യത്തിൽ ഈ പാട്ടിൻ്റെ ഇതിവൃത്തത്തിൽ മൊത്തം നേലിച്ച് കാണുന്നത്. നമ്മൾ വായിക്കുമ്പോൾ മൊത്തത്തിൽ ചെറുപ്പത്തിൽ യതീമായി പോയല്ലോ എന്ന് തോന്നുമെങ്കിലും ഇതിൽ പറയുന്നത് മൊത്തത്തിൽ ഇതാണ്, എന്തുകൊണ്ട് അങ്ങനെ ആയി, മനസ്സിലായി? അതാണ് ലാസ്റ്റ് അല്ലമീനായി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അൽഹംദുലില്ലാ വളരെ മനോഹരമായിട്ട് തന്നെ അതിൽ പറയില്ല. ഇപ്പോൾ ഞാൻ കണ്ടച്ചൊന്ന് അപ്പോൾ ആറ്റുനോറ്റ് കഴിഞ്ഞിട്ടുള്ള ഭാഗം പറഞ്ഞല്ലോ, അതാണ് ഇപ്പോൾ എനിക്കും കാര്യമായിട്ട് ഒരു തോന്നിയത്. പിന്നെ ബാക്കി എല്ലാം വളരെ പെർഫെക്ഷനോട് കൂട്ടിയിട്ട് തന്നെ പാടി. എല്ലാവിധ സന്തോഷം. താങ്ക് യു. നല്ല കമൻസ് കിട്ടിയില്ലേ? കിട്ടി. ഇനി നമുക്ക് മാപ്പിളപ്പാട്ട് രംഗത്ത് വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളൊക്കെ സൂക്ഷിക്കുന്ന ഒരു അതിഥിയാണ് നമ്മുടെ അബ്ദുറഹ്മാൻ അദനി. സർ പ്ലീസ്. മുഫ്ലിഹിൻ്റെ പാട്ടുകൾ കേൾക്കുന്ന സമയത്തൊക്കെ തോന്നുന്നൊരു കാര്യം മുഫ്ലിഹിൻ്റെ വോയിസിൻ്റെ ഒരു സൂത്തിങ് ക്വാളിറ്റിയാണ്. കാരണം മുഫ്ലിഹ് പാടുന്ന സമയത്തൊക്കെ നമുക്ക് പലപ്പോഴും തോന്നും മുഫ്ലിഹ് നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ട്, അതായത് നമ്മൾ പറയുമല്ലോ ഓഡിയൻസിലെ ഹൃദയത്തിലേക്ക് തട്ടുക എന്നുള്ളതാണ് ഒരു സിംഗറെ കഴിവായിട്ട് നമുക്ക് പലപ്പോഴും തോന്നുന്നത്. ആ ക്വാളിറ്റി മുഫ്ലിഹ് എപ്പോഴും മുഫ്ലിഹിൻ്റെ കൂടെ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. പിന്നെ ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നുന്നത് ഇതിൻ്റെ തൂലിക ഒ അബു സാഹിബാണ്. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, ഒ അബു സാഹിബാണ് മാപ്പിള സാഹിത്യ ചരിത്രം പോലത്തെ വളരെ ബൃഹത്തായ, എന്നെ പോലത്തെ മാപ്പിളപ്പാട്ടായിട്ട് ബന്ധപ്പെട്ട് ഗവേഷണം നടത്തുന്ന ആളുകൾ മുഴുവൻ ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടെക്സ്റ്റായ മാപ്പിള സാഹിത്യ ചരിത്രം എഴുതിയ ഒ അബു സാഹിബാണ് ഈ പാട്ട് എഴുതിയിട്ടുള്ളത്. ഇത് പാടി അനശ്വരമാക്കിയിട്ടുള്ള എരഞ്ഞോളി മൂസക്കയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മലയാളത്തിൽ പലപ്പോഴും തോന്നിയിട്ടുള്ളത് നബിസ്നേഹ കാവ്യങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ടെങ്കിലും മുത്തുനബിയുടെ കുട്ടിക്കാലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രചനകൾ എനിക്കൊന്നും മറ്റു മതങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതുപോലെ വിശാലമായ എഴുത്തുകൾ വന്നിട്ടില്ല എന്നൊരു തോന്നൽ ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ ഒരു പാട്ട് ഈ പറയുന്ന എല്ലാ പരിമിതിയും കവിച്ചു വെക്കുന്ന രൂപത്തിൽ ജനങ്ങൾക്കിടയിൽ ഇത്രയും പോരിശയാക്കപ്പെട്ട് പാടി വരുന്നൊരു പാട്ടും കൂടെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു മുഫ്ലിഹ് ആ രൂപത്തിലുള്ള ഇത്രയും അനശ്വരമായ ഇത്രയും പോപ്പുലറായിട്ടുള്ളൊരു ഗാനത്തിനെ മുഫ്ലിഹ് അതിൻ്റെ വേണ്ട രൂപത്തിൽ നിന്ന് സമീപിച്ചിട്ടുണ്ട്, നല്ല രൂപത്തിൽ തന്നെ പാടിയിട്ടുണ്ട്. പിന്നെ ടെക്നിക്കൽ വശങ്ങളൊക്കെ ഇവിടെ മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മോനെ വളരെ സന്തോഷം, ഏതായാലും നേരിട്ട് ഒരു പാട്ട് കേൾക്കാൻ പറ്റിയതിലും ഈ ഒരു സീറ്റിലിരുന്ന് ഇതുപോലൊരു കമൻറ്റ് പറയാൻ പറ്റിയതിൽ വളരെ സന്തോഷം. താങ്ക് യു. അഷ്റഫ് സാദി എന്തായാലും കമൻറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സർ പ്ലീസ്. മുഫ്ലിഹിനെ ധാരാളമായിട്ട് അറിയാം. അദ്ദേഹത്തിൻ്റെ പാട്ടിനേക്കാൾ ഇഷ്ടം അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പാട്ടിനെ വിലയിരുത്താൻ മാത്രം ഞാൻ അദ്ദേഹത്തിൻ്റെ പാട്ടിനോളം വളർന്നിട്ടൊന്നുമില്ല. ധാരാളം ആളുകളുടെ സ്നേഹം പിടിച്ചു പറ്റിയ ആ നല്ല ഗായകൻ്റെ പാട്ട് കേട്ടിരിക്കുകയായിരുന്നു. അവിടെ ഒരു കമൻറ്റ് പറയണമെന്ന് തോന്നുകയില്ല. കാരണം എല്ലാവിധ അനുഗ്രഹങ്ങളും. ഒരു പഴയ പാട്ട്, വളരെ നല്ല പാട്ട്, ബാല്യകാലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. ഈ പാട്ടെഴുത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ മുസ്ലിം പാട്ട് എഴുതുമ്പോൾ അദബ് കാത്തു സൂക്ഷിക്കുന്ന ഒരു പതിവ് എല്ലാ ഗായകന്മാർക്കുണ്ട്. അപ്പോൾ ചെറിയ കുട്ടീനെ മുഹമ്മദോർ എന്നൊക്കെ വിളിക്കുന്നൊരു മടിക്കാണ് കുട്ടിക്കാലത്തെ അധികം ആരും സ്പർശിക്കാത്തത്. ഇപ്പോൾ ഓമന മുഹമ്മദിനെ എന്നൊക്കെയാണ് പാട്ടിൽ വരുന്നത്. അപ്പോൾ അത് വിശ്വാസികളായ ആൾക്കാർ കേൾക്കുമ്പോൾ മുഹമ്മദ് എന്നുള്ള പേര് എടുത്തു പറയുമ്പോൾ നമുക്കിപ്പോൾ മുഹമ്മദ് നബിയാണല്ലോ. ആ കുട്ടിക്കാലത്തേക്ക് പോകുമ്പോൾ അതവ് വചനത്തിലും പ്രയോഗത്തിലും അതവുകളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന പേടിച്ചുകൊണ്ടാണ് പഴയ നല്ല ആളുകൾ കുട്ടിക്കാലത്ത് എടുത്ത് പാടാത്തത്. ഞാനിപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ എഴുതുകയാണെങ്കിൽ ഓമന മുഹമ്മദോരെ എന്നൊക്കെ പറയുമ്പോൾ ഓമനയും മുഹമ്മദോരും തമ്മിൽ യോജിക്കാതെ വരും. അപ്പോൾ അധികം അങ്ങോട്ട് അതവ് കേടാവണ്ടെന്ന് കരുതി കുട്ടിക്കാലത്ത് സമീപിക്കായികയാണ്. കുട്ടിക്കാല പാട്ടുകൾ അധികം പറഞ്ഞതുപോലെ ഇല്ലാതിരിക്കാനുള്ളൊരു കാരണം നമ്മളെപ്പോലുള്ള എഴുത്തുകാരങ്ങനെ എഴുതാനുള്ള ധൈര്യമില്ല. കുട്ടിയായ റസൂലിനെ പേരെടുത്ത് തന്നെ വിളിക്കണമല്ലോ. ആ പേരെടുത്ത് വിളിക്കാനുള്ളൊരു മടി, ഒരതുവേടാകുമെന്നുള്ളൊരു പേടി
അതൊക്കെ എഴുത്തുകാരായ ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാരെ ബാധിക്കുന്നതുകൊണ്ട് കുട്ടിക്കാലത്തേക്ക് അധികം പോവാതെ റസൂലിൻ്റെ ആ അപാരമായ വളർച്ചയുടെ സമയത്തുള്ള അതവോടെ സമീപിക്കലാണ് നല്ലതെന്ന് മനസ്സിലാക്കിയിട്ടാണ് അങ്ങനത്തെ പാട്ടുകൾ ഇപ്പോഴുള്ള ആൾക്കാർ ഞങ്ങളെപ്പോലുള്ള എഴുതാത്തതും പാടാത്തതും എന്നാണ് അങ്ങനത്തെ പാട്ടുകൾ ദുർലഭമായതിൻ്റെ ഒരു വ്യാഖ്യാനം. അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഏതായാലും ഓമന മുഹമ്മദ് എന്നുള്ള പാട്ട് വളരെ ഓമനത്വത്തോടെ പാടിയ ഈ മാപ്പിള മദ്ഹ്ഗാന രംഗത്തെ ഓമനയായ എൻ്റെ മുഫ്ലിഹിന് എല്ലാവിധ ആശംസകളും അറിയിക്കും. താങ്ക് യു. ഓ വണ്ടർഫുൾ. ഒരുപാട് നല്ല കമൻസാണ് കിട്ടിയുള്ളത് അല്ലേ? ഓക്കെ, ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ മോനെ സാധിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. റെഡ് ക്രിസന്റ് ഹോസ്പിറ്റൽ, ചുങ്കം ഫറൂഖ്, കോഴിക്കോട്. കോൺടാക്ട് 0495248495. റെഡ് ക്രിസന്റ് ഹോസ്പിറ്റൽ, ചുങ്കം ഫറൂഖ്, കോഴിക്കോട്. അതിനൂതന ചികിത്സ സംവിധാനങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കി ഞങ്ങൾ 4 നൂറ്റാണ്ട് പിന്നിടുകയാണ്. സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറ്റവും വിദഗ്ധമായ ചികിത്സ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. മൂത്രാശയ രോഗവിഭാഗം, യൂറോളജി, അത്യാധുനിക ശസ്ത്രക്രിയ സംവിധാനങ്ങളും പ്രഗത്ഭരായ ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാക്കി വിപുലീകരിച്ചിരിക്കുന്നു. റോഡ് ആക്സിഡന്റ് സംബന്ധമായ എല്ലാ കേസുകളും എടുക്കുന്നതാണ്. 24 മണിക്കൂറും കാഷ്വാലിറ്റി, എക്സ്റേ, ഡിജിറ്റൽ, ഫാർമസി, ലാബ് ആൻഡ് ECG, ആംബുലൻസ്, CT സ്കാനിംഗ് സംവിധാനവും ലഭ്യമാണ്. റെഡ് ക്രിസന്റ് ഹോസ്പിറ്റൽ, ചുങ്കം ഫറൂഖ്, കോഴിക്കോട്. ജയ്ഹൂൻ TV മദ്ഹ് റിയാലിറ്റി ഷോ സീസൺ 1 സെമി ഫൈനൽ 4-ാം എപ്പിസോഡിൽ ഇനി നമുക്കായി പാടുന്നു ഷഹീർ കൊളപ്പുറം. ഷഹീർ, വെൽക്കം. ഹായ് ഷഹീർ, എന്തൊക്കെയാണ് വിശേഷം? എവിടെ പഠിക്കുന്ന മോനെ? വലിയോറ. വലിയോറ ദാറുൽ മാരിഫ്. ദാറുൽ മാരിഫ്. മിടുക്കനാണല്ലേ? വലിയോറ ദാറുൽ മാരിഫിൽ എന്തൊക്കെയാണ് പഠിക്കുന്നത്? ഹിഫ്ള്. ഹിഫ്ള്. ഓ നൈസ്. പിന്നെ അപ്പോൾ ഹിഫ്ളും പാട്ടും നല്ലൊരു കോമ്പിനേഷനാണ് അല്ലേ? യെസ്, വെരി ഗുഡ്. നന്നായി പാട്ട് പാടുന്നവർക്ക് നന്നായി ഖിറാത്ത് നടത്താനും പറ്റുമല്ലോ ഇല്ലേ? ഏത് പാട്ടാണ് പാടുന്നത്? ഇഹലോക. ഇഹലോക. അപ്പോൾ ഷഹീർ നമുക്ക് വേണ്ടി വളരെ അനുഗ്രഹീതമായ ഒരു പാട്ട് പാടുകയാണ്, നമുക്ക് കേൾക്കാം. ഇഹലോകവാസികൾക്ക് അനുഗ്രഹകാലമായി മക്കയിൽ ഹാഷിം നബി അമീനുള്ള ജാതനായി, അമീനുള്ള ജാതനായി. ഇഹലോകവാസികൾക്ക് അനുഗ്രഹകാലമായി മക്കയിൽ ഹാഷിം നബി അമീനുള്ള ജാതനായി, അമീനുള്ള ജാതനായി. ഇഹലോകവാസികൾക്ക് അനുഗ്രഹകാലമായി മക്കയിൽ ഹാഷിം നബി അമീനുള്ള ജാതനായി, അമീനുള്ള ജാതനായി. ആറ് വയസ്സിൽ ആടുമേച്ചു നടന്നിട്ടേ ശൈശവകാലങ്ങളിൽ അനാഥനായി വളർന്നിട്ടേ. 6 വയസ്സിൽ ആടുമേച്ചു നടന്നിട്ടേ ശൈശവകാലങ്ങളിൽ അനാഥനായി വളർന്നിട്ടേ. കരുണ നിറഞ്ഞ റബ്ബിൻ അരുമ പൂനിലാവേ, ഇഹലോകവാസികൾക്ക് അനുഗ്രഹകാലമായി മക്കയിൽ ഹാഷിം നബി അമീനുള്ള ജാതനായി, അമീനുള്ള ജാതനായി. ഇഹലോകവാസികൾക്ക് അനുഗ്രഹകാലമായി മക്കയിൽ ഹാഷിം നബി അമീനുള്ള ജാതനായി, അമീനുള്ള ജാതനായി.
ഗുഹയിൽ നിന്നും 40 ഭൂവത്തും 3 റിസാലത്തും നൽകിയ കോനെ. ഹിറാ ഗുഹയിൽ നിന്നും 40 ഭൂവത്തും 3 റിസാലത്തും നൽകിയ കോനെ. സ്വർലോകദൂതരായ മുസ്തഫ റസൂലേ, സ്വർലോകദൂതരായ മുസ്തഫ റസൂലേ, ഇഹലോകവാസികൾക്ക് അനുഗ്രഹകാലമായി മക്കയിൽ ഹാഷിം നബി അമീനുള്ള ജാതനായി, അമീനുള്ള ജാതനായി ഇഹലോകവാസികൾക്ക് അനുഗ്രഹകാലമായി മക്കയിൽ ഹാഷിം നബി അമീനുള്ള ജാതനായി, അമീനുള്ള ജാതനായി, അമീനുള്ള ജാതനായി, അമീനുള്ള ജാതനായി. നന്നായി പാടിയില്ലേ? പാടി. അപ്പം നമുക്ക് കേരളത്തിൽ നിന്നൊരു റാഷിദ് മിഷാരി അൽ ഹഫസായിയെ പ്രതീക്ഷിക്കാം അല്ലേ? നന്നായി പാടുന്ന, നന്നായി കിറാത്തൊക്കെ നടത്തുന്ന, റൈറ്റ്? ശരിയല്ലേ? ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്ക് ചോദിക്കാം. സിയെ ഷഹീർ കൊളപ്പുറം അല്ലേ? ഇത് പഠിക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. എനിക്ക് തോന്നുന്നു ഷാഫി ഇമാമാണെന്ന് തോന്നുന്നു. നമ്മളെ പാലപ്പെട്ടി ഉസ്താദിന് അറിയാം അല്ലേ? പിന്നെ ഞാൻ പണ്ഡിതന്മാർ പാട്ട് പാടി നടക്കുന്നത് ആളുകളുടെ ഇടയിൽ ഒരു കുറച്ചിലായി കാണൂലെങ്കിൽ ഞാൻ വലിയ പാട്ടുകാരനായി തീരുമായിരുന്നു അല്ലേ? പാലപ്പെട്ടി ഉസ്താദിന് അറിയില്ലേ? അങ്ങനെ ഒരു ഇത് എവിടെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഹിഫ്ദിന് ആങ്കർ പറഞ്ഞ പോലെ തന്നെ ക്യൂട്ട് വോയിസ് എല്ലാവരും ഏറ്റെടുക്കുമല്ലോ. അപ്പോൾ അൽഹംദുലില്ലാ ഈ പാട്ടിനെ സംബന്ധിച്ച് മോൻ്റെ സെലക്ഷന് എനിക്ക് ചെറിയൊരു എതിരഭിപ്രായമുണ്ട്. അപ്പോൾ അതൊന്നുകൂടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു തോന്നുന്നു. മോൻ്റെ ഇപ്പോഴത്തെ വോക്കലിന് മാച്ച് ചെയ്യുന്ന നല്ല പാട്ട് സെലക്ട് ചെയ്യായിരുന്നു എന്നൊരഭിപ്രായം. പാടാനുള്ള കഴിവ് ജന്മന മോന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വലിയൊരു ക്വാളിറ്റി ആയിട്ട് കാണുക. വരുന്ന വേദികളിൽ നല്ല പെർഫോമൻസ് ആയിട്ട് വരിക. എല്ലാവിധ സന്തോഷം. ഷഹീർ, ഇഹലോകവാസികൾക്ക് അനുഗ്രഹകാലമായി KT മുഹമ്മദ് സാഹിബിൻ്റെ മറ്റൊരു മനോഹരമായിട്ടുള്ള പാട്ട് അല്ലേ? മോൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം, ആ സാഹചര്യത്തിന് യോജിച്ചൊരു പാട്ടായില്ല എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. മോനെ നന്നായി പാടാൻ കഴിവുള്ള ഒരാളാണ്. ഫസ്റ്റ് കേട്ടപ്പോൾ പല്ലവി പാടിയപ്പോൾ എനിക്ക് തോന്നിയത് പാട്ട് ഒരു നോട്ടും കൂടി കൂട്ടി പാടാമായിരുന്നോ എന്ന്. പക്ഷേ പല്ലവി കഴിഞ്ഞ് അനുപല്ലവി പാടുമ്പോഴാണ് അവൻ ഈ പാട്ട് താത്തി പാടിയതിൻ്റെ ആ രഹസ്യം മനസ്സിലായോ പറഞ്ഞത്? ആ ഹൈ ഭാഗം പിന്നെ വളരെ റിസ്ക് ഉണ്ടായിരുന്നു കേൾക്കാൻ. പിന്നെ ചെറിയ 2 വെള്ളികൾ അല്ലേ, സൗണ്ട് മാറുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. നന്നായി പ്രാക്ടീസ് ചെയ്യുക, വേദികളും അവസരങ്ങളും മാക്സിമം ഉപയോഗപ്പെടുത്തുക. നല്ലൊരു പാട്ടുകാരനാണ്, അതോടൊപ്പം നല്ലൊരു ഹാഫിളാക്കട്ടെ അല്ലേ? നമുക്കങ്ങനെ പ്രാർത്ഥിക്കാം. എന്തായാലും എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് വരും വേദിയിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓൾ ദ ബെസ്റ്റ്. ഷഹീറെ, എനിക്ക് തോന്നിയൊരു വിഷയം, ഈ പാട്ടിന് പറ്റിയ വോയിസാണ് എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം കൊണ്ടായിരിക്കാം മോന് ഈ പാട്ട് കൈകാര്യം ചെയ്യാൻ കഴിയാത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്താ അറിയോ, മോന് ഇതിൻ്റെ ചില ഭാഗങ്ങൾ പാടുന്ന സമയത്ത് വല്ലാത്തൊരു ഫീലാണ്. നല്ല ക്യൂട്ട് വോയിസാണ്, അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. നല്ല വോയിസാണ്. ആ വോയിസിന് ഉതകുന്ന ഈ പാട്ട് എന്ന് പറഞ്ഞാൽ ഇത് തന്നെ കുറച്ചൊരു ടൈറ്റുള്ളൊരു പാട്ടുമില്ല, നമുക്ക് പാടി അത്ര കണ്ട് ഫലിപ്പിക്കാൻ കഴിയുമോ എന്നിപ്പോൾ മോൻ ആ ചരണം പാടിയപ്പം തന്നെ. കാരണം പിച്ച് ഒരു കട്ട കയറ്റാം, എന്നാൽ ചരണം എന്ത് സംഭവിക്കും, അവിടെ പൊട്ടിപ്പോകും. എന്നാൽ തന്നെ അവിടെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇഹലോകവാസികൾക്ക് അനുഗ്രഹകാലമായി
മക്കയിൽ ഹാഷിം നബി അമീനുള്ള ജാതനായി അമീനുള്ള ജാതനായി. പാട്ട് അതിൻ്റെ ചരണത്തിലേക്ക് എത്തുന്ന സമയത്ത് അത് വേറൊരു പോർഷനിലാണ് അത് പാടേണ്ടത് അല്ലേ? അപ്പോൾ മോനെക്കൊണ്ട് ഇത് കഴിയൂല എന്ന് ഞാൻ പറയൂല. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ്റെ ഒരു അഭാവം കൊണ്ട് മാത്രമാണ് ഇനി ചിലപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടൊന്നും കൂടി കയറി കഴിഞ്ഞാൽ, അതായത് മോൻ്റെ ഒരു പൊസിഷൻ മാറിക്കഴിഞ്ഞാൽ ഈ പാട്ട് മോൻ അസാധ്യമായി പാടും. കാരണം ഇത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം, മനസ്സിലാകുന്നുണ്ടോ? കാരണം നല്ല വോയിസാണ്, അതുപോലെ തന്നെ സംരക്ഷിച്ച് കൊണ്ടുപോകണം, മനസ്സിലാകുന്നു. ഞാനത് അത്രയും, കാരണം അതിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ ആ കാലമായി, അതുപോലെ മക്കയിൽ ഹാഷിം നബി ഹിറാ ഗുഹയിൽ നിന്നും ആ ഭാഗങ്ങളിലൊക്കെ പാടുന്ന സമയത്ത് നമുക്കത് പ്രത്യേക ഒരു ഫീല് കിട്ടുന്നുണ്ട്. സ്വാഭാവികമായിട്ടാണ് ഈ വെള്ളിയും സ്വർണ്ണമൊക്കെ ഇടുന്നത്, സ്വാഭാവികതയാണ്. കാരണം നമ്മുടെ ഒരു സ്റ്റേജിൻ്റെ ചില സമയങ്ങളുടെ ഒരു പ്രശ്നം മാത്രമാണ്. അപ്പോൾ ഇനിയുള്ള തുടർന്നുള്ള വേദികളൊക്കെ പ്രയോജനപ്പെടുത്തി നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഈ ശബ്ദം നല്ല രീതിയിൽ നിയന്ത്രിച്ചു കൊണ്ടുപോകണം. ഓക്കെ, പ്രത്യേകിച്ച് ഹാഫിൽ കൂടിയാണ് അല്ലേ? ഹാഫിളായിട്ടുണ്ടോ? ആയി, മാഷാ അല്ലാ. അപ്പോൾ അത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം ആ ഹാഫിളിങ്ങൾക്ക് ഏത് പാട്ടുകളും ആ ഒരു ഖുർആനിക വചനങ്ങൾ നമ്മളങ്ങനെ പാരായണം ചെയ്യുന്ന സമയത്ത് പാട്ടുകൾ ഒരു അനായാസ നിയന്ത്രണത്തോടു കൂടി നമുക്ക് പാടാൻ കഴിയും അല്ലേ? നമുക്ക് രണ്ടായത്ത് കേട്ടാലോ? നമുക്കൊന്ന് കേൾക്കാം. ഓക്കെ അല്ലേ ഉസ്താദ്? എന്നാ തുടങ്ങിക്കോളി. എന്നാ പിന്നെ എന്നാ ഷഹീർ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. മാഷാ അല്ലാ. അപ്പോൾ ഷഹീറെ പറഞ്ഞതൊക്കെ ശ്രദ്ധിച്ചല്ലോ അല്ലേ? അപ്പോൾ എല്ലാം പോസിറ്റീവ് മൈൻഡിലെടുത്ത് തുടർന്നുള്ള വേദികളിലൊക്കെ നല്ല നല്ല പാട്ടുകൾ സെലക്ട് ചെയ്ത് ഇതുപോലെ തന്നെ മുന്നോട്ട് പോവുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഷഹീർ, ഞാൻ ആദ്യമായിട്ടാണ് അങ്ങയെ കാണുന്നതും കേൾക്കുന്നതും. വിശ്വസിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള നല്ല ശബ്ദം. ആ ചെറിയ ശരീരത്തിൽ നിന്ന് ഇത്ര മനോഹരമായ ശബ്ദം വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അങ്ങനെ കണ്ടപ്പോൾ അങ്ങേക്ക് പറ്റുന്നൊരു പാട്ട് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ആരും എടുക്കാൻ ധൈര്യപ്പെടാത്ത, കേൾക്കുമ്പോൾ നല്ല സുഖമാണ്, പക്ഷെ ആ പാട്ട് അങ്ങനെ എല്ലാവരും എടുത്ത് പാടില്ല. ആ ധൈര്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം എനിക്കിങ്ങനത്തെ പാട്ടൊക്കെ പറ്റൂ, ഇത് മതി എന്ന് തീരുമാനിക്കാതെ ഉയരങ്ങൾ കീഴടക്കാനുള്ള അങ്ങയുടെ ആഗ്രഹം, ആവേശം, ഏത് പാട്ടും ഞാൻ പാടി ഫലിപ്പിക്കുമെന്നുള്ള ആ ധൈര്യമാണ് അങ്ങയിൽ നിന്ന് എനിക്കിഷ്ടമായത്. അങ്ങനെ തന്നെയാണ് ഉയരത്തിലേക്ക് നടക്കുന്ന ആളുകൾ വേണ്ടതും. നമ്മളെ കൊണ്ട് പറ്റില്ല എന്നൊന്നും വിചാരിക്കാതെ. ഇപ്പോൾ വലിയ വലിയ ഹിമാലയവും എവറസ്റ്റൊക്കെ കീഴടക്കിയ ആൾക്കാർക്ക് അവരുടെ നാട്ടിലെ ചെറിയ കുന്നുമലൊക്കെ കയറിയാൽ മതിയായിരുന്നല്ലോ അവരുടെ. പക്ഷേ അവരതൊന്നും, അങ്ങനെയൊക്കെ അവിടെ മലകളൊക്കെ ഉണ്ടായിട്ടും വലിയ വലിയ ഉയരങ്ങൾ കീഴടക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും സാഹസമേറിയ പ്രയത്നങ്ങൾക്കൊക്കെ മുതിർന്നത്. അങ്ങയുടെ ആ സെലക്ഷൻ അങ്ങയുടെ ധൈര്യത്തെ പ്രതീകവൽക്കരിക്കുന്നു എന്ന് പറയാനാണ് എനിക്കിഷ്ടപ്പെടുന്നത്. ഏതായാലും ഖുർആൻ അങ്ങയുടെ കൂടെയുള്ളത് കൊണ്ട് വിശുദ്ധ ഖുർആൻ്റെ ധൈര്യം അങ്ങേക്കുണ്ടാവട്ടെ. അങ്ങയുടെ ഉയർച്ചകൾക്ക് അതൊരു ബർക്കത്തായി കൂടെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച്. നല്ല കമൻസൊക്കെ കിട്ടിയല്ലേ? ഓക്കെ, അപ്പോൾ ഇനിയും ഒരുപാട് ഉഷാറായി പാടണം. അപ്പോൾ ഏതായാലും വളരെ വലിയ സന്തോഷമുണ്ട്. ഇനിയും നന്നായി പാടാനും ഖിറാഅത്ത് നടത്താനും ഒക്കെ സാധിക്കട്ടെ. ഒരുപാട് അവസരങ്ങൾ
മോനുണ്ടാവും. അതൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഹൈജീൻ മീറ്റ് ലാൻഡ് LLP, ലൈവ് സ്റ്റോക്ക് ആൻഡ് മീറ്റ് പ്രോഡക്റ്റ്, ഹൈലൈറ്റ് ബിസിനസ് പാർക്ക്, തൊണ്ടയാട് ബൈപ്പാസ്, കാലിക്കേറ്റ്. വ്യവസായ അടിസ്ഥാനമാക്കിയുള്ള സമ്പൂർണ്ണ കാർഷിക പ്രോജക്റ്റ്, പ്രവാസികൾക്കും അല്ലാത്തവർക്കും ആകർഷകമായ നിക്ഷേപാവസരം. കോവിഡ് കാലത്തും പോസ്റ്റ് കോവിഡ് കാലത്തും വളരെ ആകർഷകരമായ ബിസിനസ് അവസരങ്ങൾ സൃഷ്ടിക്കുന്ന പ്രോജക്റ്റ്. നിങ്ങൾ മുടക്കുന്ന മുതൽ നിങ്ങളുടെ കരങ്ങളിൽ തന്നെ സുരക്ഷിതം. ഹൈജീൻ മീറ്റ് ലാൻഡ് LLP, ലൈവ് സ്റ്റോക്ക് ആൻഡ് മീറ്റ് പ്രോഡക്റ്റ്, ഹൈലൈറ്റ് ബിസിനസ് പാർക്ക്, തൊണ്ടയാട് ബൈപ്പാസ്, കാലിക്കേറ്റ്. കോൺടാക്ട് 9188333111. മലയാളത്തിൻ്റെ കൊച്ചു കലാപ്രതിഭകൾ അവതരിപ്പിക്കുന്ന ഏറ്റവും വലിയ മദ്ഹ് റിയാലിറ്റി ഷോ ജയ്ഹൂൻ TV മദ്ഹ് രാവ്. മദ്ഹ് രാവിലെ സീസൺ 1 സെമി ഫൈനൽ 4ാമത് എപ്പിസോഡിലെ അവസാന കണ്ടസ്റ്റൻറ്റ് നമുക്ക് വേണ്ടി പാടുകയാണ്. ഷംനാദ് കൊട്ടപ്പുറം. വെൽക്കം ഷംനാദ്. ഷംനാദ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം. എന്ത് പാട്ടാണ് പാടുന്നത്? ഏത് പാട്ടാണ്? മദ്ഹാണ്. ഏത് പാട്ടാണ് പാടുന്നത്? ത്വാഹ റസൂലുള്ളാഹി. ത്വാഹ റസൂലുള്ളാഹി. തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് നബിയെ വിളിച്ചുകൊണ്ട് പാടുന്ന വളരെ അനശ്വരമായൊരു പാട്ട്. മോൻ നന്നായി പാടും അല്ലേ? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 9ാം ക്ലാസ്സിലാണ്. സ്കൂള്? കൊട്ടുകര സ്കൂൾ. കൊട്ടുകര സ്കൂൾ. ഓ, അപ്പോൾ വലിയ സ്കൂളിലാണ്. മിടുക്കനായിരിക്കും. അപ്പോൾ വളരെ മിടുക്കോടുകൂടി തന്നെ ഷംനാദിന് പാടാൻ കഴിയട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ത്വാഹ റസൂലുള്ളാഹി തിങ്കൾ ഹബീബുള്ളാഹി. ത്വാഹ റസൂലുള്ളാഹി തിങ്കൾ ഹബീബുള്ളാഹി. ത്വയ്ബ പതിഞ്ചിവേ തൗഹീദൊളി നിലവേ. ത്വയ്ബ പതിഞ്ചിവേ തൗഹീദൊളി നിലവേ. അർശിനും കുർസിനും അധിപതിയുടയൊന്റെ ഹസനത്ത് ഉലകത്തിലുരത്തപ്പുവേ. അർശിനും കുർസിനും അധിപതിയുടയൊന്റെ ഹസനത്ത് ഉലകത്തിലുരത്തപ്പുവേ. ത്വാഹ റസൂലുള്ളാഹി തിങ്കൾ ഹബീബുള്ളാഹി. ത്വാഹ റസൂലുള്ളാഹി തിങ്കൾ ഹബീബുള്ളാഹി. രാജാതിരാജനിൽ മുനാജാത്ത് നടത്തിയോരേ തഹിയത്ത് ഏകിയുള്ള തിരുദൂതരേ. രാജാതിരാജനിൽ മുനാജാത്ത് നടത്തിയോരേ തഹിയത്ത് ഏകിയുള്ള തിരുദൂതരേ. ഫാത്തിഹയിൽ തുടങ്ങി മുഅവ്വിദത്തീനി വരെ ഖുർആന് കൊണ്ടുവന്ന മഹമൂദരേ. ഫാത്തിഹയിൽ തുടങ്ങി മുഅവ്വിദത്തീനി വരെ ഖുർആന് കൊണ്ടുവന്ന മഹമൂദരേ. റഹ്മത്തും ബർക്കത്തും നിഅമത്തും ഹിദായത്തും ശുജാഅത്തും കനിഞ്ഞുള്ള ഗുരുദൂതരേ. റഹ്മത്തും ബർക്കത്തും നിഅമത്തും ഹിദായത്തും ശുജാഅത്തും കനിഞ്ഞുള്ള ഗുരുദൂതരേ. ത്വാഹ റസൂലുള്ളാഹി തിങ്കൾ ഹബീബുള്ളാഹി. ത്വാഹ റസൂലുള്ളാഹി തിങ്കൾ ഹബീബുള്ളാഹി. നാളെ മഹ്ശറയിൽ ശഫാഅത്ത് അരുളുവോരേ നസിഹത്ത് നൽകിയുള്ള നബിയുള്ളാഹി. നാളെ മഹ്ശറയിൽ ശഫാഅത്ത് അരുളുവോരേ നസിഹത്ത് നൽകിയുള്ള നബിയുള്ളാഹി.
ഹാഷിമിയിൽ തിളങ്ങി അഖിലാണ്ടങ്ങൾ വിളങ്ങി റഫീഖുല്ലഹ്ല കണ്ട മുബശിറരേ. ഹാഷിമിയിൽ തിളങ്ങി അഖിലാണ്ടങ്ങൾ വിളങ്ങി റഫീഖുല്ലഹ്ല കണ്ട മുബശിറരേ. വിലായത്തും കറാമത്തും വസീലത്തും ഫളീലത്തും ഉലകത്തിൽ അടുപ്പിച്ച ശറഫായൊരേ. വിലായത്തും കറാമത്തും വസീലത്തും ഫളീലത്തും ഉലകത്തിൽ അടുപ്പിച്ച ശറഫായൊരേ. ത്വാഹ റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ. ത്വയ്ബ പതിഞ്ചിവേ തൗഹീദൊളി നിലവേ. ത്വയ്ബ പതിഞ്ചിവേ തൗഹീദൊളി നിലവേ. അർശിനും കുർസിനും അധിപതിയുടയോന്റെ ഹസനത്ത് ഉലകത്തിൽ ഉരത്തപ്പുവേ. അർശിനും കുർസിനും അധിപതിയുടയോന്റെ ഹസനത്ത് ഉലകത്തിൽ ഉരത്തപ്പുവേ. ത്വാഹ റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ. ത്വാഹ റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ. ഹായ് ഹായ്. ഷറേ പാടിയില്ലേ? കുഴപ്പമില്ല. നല്ല പാട്ട്. മുത്തുനബിയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന വളരെ നല്ല ഒരു മുത്ത് അല്ലേ? നന്നായി പാടി. ചോദിക്കാം നമുക്ക്. ഷംനാദേ, ഷംനാദ് അടിപൊളിയായി പാടി. ഷംനാദ് ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളിലൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ തരണം ചെയ്ത് ഈ ഒരു എപ്പിസോഡിൽ വളരെ അതിമനോഹരമായിട്ട് തന്നെ പാടി എന്ന് വേണം പറയാൻ. സംശയമൊന്നുമില്ല. ഇവിടെ പിന്നെ എനിക്ക് തോന്നിയ ഒരു വിഷയം എന്ന് പറയുന്നത് ചില ഭാഗങ്ങളിൽ മാത്രം ആ മുബഷിറെ ലാസ്റ്റ് ഭാഗം പാർട്ടുകളിലൊക്കെ എന്തോ ഒരു എത്താത്ത ഒരു പ്രശ്നം, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി പാട്ട് അതിന് വേണ്ട. ഷംനാദിൻ്റെ വോയിസ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ഡെപ്ത് വോയിസാണ്. ആ വോയിസിൻ്റെ ഒരു ക്ലാരിറ്റി നമുക്ക് പ്രത്യേകം കിട്ടുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അത്രയും മനോഹരമായിട്ട് തന്നെ അത് ഷംനാദ് പാടി എന്ന് പറയണം എല്ലാ ഭാഗങ്ങളിലും. ഞാൻ കാര്യമായിട്ടൊന്നും അങ്ങനെ എഴുതി വച്ചിട്ടില്ല. അതുപോലെ തന്നെ ഉച്ചാരണത്തിൻ്റെ ഒക്കെ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തണം. അത്തരം വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും ഇതുപോലെ തന്നെ തുടർന്ന് നല്ല രീതിയിൽ കൊണ്ടുപോവുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സി എ ഷംനാദ്, ഞാൻ ഈ പാട്ട് കേട്ടപ്പോൾ എനിക്കിങ്ങനെ തോന്നിയത്, ഷംനാദ് കോട്ട പുറത്തു നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഇതിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കണം. ശരിക്കും വളരെ മനോഹരമായെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പാലപ്പെട്ടി ഉസ്താദിൻ്റെ ശിഷ്യന് ഷമീർ ചാവക്കാട് ചില പ്ലാൻസൊക്കെ ഷമീറിൻ്റെ ആ ഒരു ക്ലാരിറ്റി ശരിക്കും ഇങ്ങനെ അനുഭവിക്കാൻ കഴിഞ്ഞു. ചില സ്ഥലത്തൊക്കെ പറഞ്ഞ പോലെ മൈനോട്ട് വിഷയങ്ങൾ മുബഷിറരെ മഹമ്മൂദരെ എന്നൊക്കെ പാടിയ സ്ഥലത്ത് അവിടെ എത്തിപ്പിടിക്കാൻ കഴിയാതെ വന്നെങ്കിലും ചില സ്ഥലങ്ങളിൽ അസാധ്യമായിട്ട് തന്നെ പാടാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്നു. എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. വരും വേദികളിലും ഇനിയുള്ള കാലങ്ങളിലും കലാകൈരളി നെഞ്ചോട് ചേർക്കുന്ന നല്ല ഗായകരിൽ മോൻ ഇടം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക് യു. എന്താ പറയുന്നത്? ഷംനാദ്, ഈ പാട്ട് നമുക്ക് ഒട്ടേറെ മാപ്പിളപ്പാട്ടുകളും നല്ല നല്ല മദ്ഹ് ഗാനങ്ങളൊക്കെ സമ്മാനിച്ച OM കരുവാരക്കുണ്ട് സാർ എഴുതിയ മനോഹരമായിട്ടുള്ളൊരു പാട്ടാണിത്. മോന് നന്നായി പാടിയിട്ടുണ്ട്. നല്ലൊരു അവതരണമായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെറിയ ബ്രീത്തിൻ്റെ പ്രശ്നം, ബ്രീത്ത് വളരെ വേണ്ട ഒരു പാട്ടാണ്, റിസ്ക് ഉള്ള പാട്ടാണ്. പിന്നെ അതേപോലെ അക്ഷരങ്ങളുടെ റഫീഖുൽ അഅല, അതേപോലെ ശുജാഅത്ത്, ഇത്തരം അറബി അക്ഷരങ്ങളിൽ മോന് കുറച്ച് പിറകോട്ടാണ്. അത്തരം സംഗതികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നന്നാവും. നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. വരും വേദികളിൽ നല്ല ഉഷാറായി അവതരിപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. റഹ്മാൻ സാർ. പുതിയ കാല കവികളിൽ വളരെ എപ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കുന്ന നാമങ്ങളിലൊന്നാണ് OM മാഷിനത്, OM കരുവാരക്കുണ്ടിൻ്റെ. അവരുടെ
വളരെ പ്രശസ്തമായ ത്വാഹ റസൂലുള്ളാഹി എന്ന വരികളാണ് ഷംനാദ് ആലപിച്ചത്. ജഡ്ജസ്മാരൊക്കെ പറഞ്ഞ പോലെ തന്നെ വളരെ നന്നായി ഷംനാദ് പെർഫോം ചെയ്തിട്ടുണ്ട്. ഈ പാട്ടിൻ്റെ പ്രത്യേകത ഇത് വളരെ പോപ്പുലറാണ്. അതായത് മുസ്ലിം സദസ്സുകളിൽ മുഴുവൻ, അതായത് മാപ്പിളപ്പാട്ടുമായി ബന്ധപ്പെട്ട സദസ്സുകളിൽ പൊതുവേ പാടപ്പെടുന്ന, പലരും എടുത്ത് പാടുന്ന ഒരു പാട്ടാണ് ഈ ത്വാഹ റസൂലുള്ളാഹി എന്ന പാട്ട്. അതിനുമാത്രം ആളുകളുടെ നാവിൽ തലമുറകൾ ഇങ്ങനെ കൈമാറി വരുന്നൊരു പാട്ടും കൂടെയാണ്. കുറച്ച് കാലങ്ങളായിട്ട് പലപ്പോഴും നമ്മൾ പ്രധാനപ്പെട്ട എല്ലാ വേദികളും ഉയർന്നു കേൾക്കുന്നൊരു പാട്ടായതുകൊണ്ട് തന്നെ ഈ പാട്ട് എടുത്തു പാടുമ്പോൾ അതിനോടൊരു നീതി പുലർത്തുക എന്നുള്ളത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഷംനാദ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ പാട്ടിനോട് അതിൻ്റേതായ നീതി പുലർത്തി പാടി എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ വളരെ സന്തോഷം ഷംനാദെ, വളരെ ഭംഗിയായി ഷംനാദ് പെർഫോം ചെയ്തിട്ടുണ്ട്. കൂടുതലൊന്നും പറയുന്നില്ല. ഏതായാലും ശോഭനമായൊരു ഭാവി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. അബ്ദുറഹ്മാൻ സാർ, ഇങ്ങനെ പ്രോഗ്രാമിൽ പങ്കെടുത്തതിൽ വളരെ വലിയ സന്തോഷമുണ്ട്. നമ്മുടെ ഗസ്റ്റായിട്ട് പ്രഗത്ഭരായ ആളുകൾ തന്നെ വരുന്നു എന്നത് എന്തുകൊണ്ടും സന്തോഷമാണല്ലോ. മദ്ഹ് ഗാനങ്ങൾ ഒന്നുകൂടെ പോപ്പുലറായി വരിക എന്നതാണ് ഇത്തരം പ്രോഗ്രാമുകളുടെ പൊതുവേ നമുക്ക് കാണാവുന്ന ഏറ്റവും വലിയൊരു സവിശേഷത. അതിലേറെ മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്ന ഒരു പ്രോഗ്രാം. സാറ് എങ്ങനെ തോന്നുന്നു ഈ പ്രോഗ്രാമിനെ വിലയിരുത്തുന്നത് എങ്ങനെയൊക്കെയാണ്? ഈ പ്രോഗ്രാമിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്, ഏകദേശം നമുക്കറിയാം, ഏകദേശം 2010 ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഒരു നിലവിലുണ്ടായിരുന്ന പാട്ട് സിസ്റ്റത്തിൽ നിന്ന് മാറിയിട്ട് മീൻസ് മദ്ഹ് ഗാനങ്ങൾ മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പോപ്പുലറായിട്ട് ഇത്രയും ജനകീയമായിട്ട് ഈ ബുർദ സദസ്സുകളും മറ്റവും വരുന്നതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ മദ്ഹ് ഗാനങ്ങൾ ഇത്ര സജീവമാകുന്നത്. ഈ ഒരു ജയ്ഹുൻ, ഈ ഒരു മദ്ഹിരാവ് ഫെസ്റ്റിൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയൊരു സാധനം, ഇതൊരു ഓൾട്ടർനേറ്റീവാണ്. നിലനിൽക്കുന്ന സിസ്റ്റത്തിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവായിട്ട് എങ്ങനെ മദ്ഹിനെ നമുക്ക് നിലനിൽക്കുന്ന സിസ്റ്റത്തോട് അതിന് ഓൾട്ടർനേറ്റീവായി എങ്ങനെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു പുതിയ രൂപമാണ് ഈ സീസൺ എന്നുള്ള ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. ആ അർത്ഥത്തിൽ വളരെ അഭിനന്ദനം അർഹിക്കുന്നൊരു പ്രോഗ്രാം കൂടെയാണ്. ഈ മാപ്പിളപ്പാട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളെയും വളരെ വിശാലാർത്ഥത്തിൽ തന്നെ നിരീക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട പലരോടും സംസാരിച്ചിട്ടുണ്ട്. ഇതൊരു പക്ഷേ ഒരു ട്രെൻഡ് സെറ്റർ ആയിരിക്കും ഒരു പക്ഷേ കേരളത്തിൽ. കാരണം കേരളത്തിൽ നമ്മൾ കേൾക്കുന്ന റിയാലിറ്റി ഷോസിൻ്റെ പ്രത്യേകത, റിയാലിറ്റി ഷോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ ഒരു കോട്ടൺ കോട്ട് വാക്കാണ്. എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഇപ്പം പലപ്പോഴും സംഭവിച്ചിട്ടുള്ള പല രൂപത്തിലുള്ള ഫെസ്റ്റുകളും അതുപോലെ തന്നെ റിയാലിറ്റി ഷോസുമാണ്. പക്ഷേ ഈ മദ്ഹിരാവ് ഫെസ്റ്റിലേക്ക് ഈ ഒരു റിയാലിറ്റി ഷോ മാറുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നൊരാശ്വാസം, ഇത് വളർന്നു വരുന്ന തലമുറക്ക് പുതിയൊരു സാധ്യതയും കൂടി നൽകുന്നുണ്ട്. കാരണം പലപ്പോഴും നമ്മൾ ഓൾട്ടർനേറ്റീവ് ഇല്ലാത്ത സ്ഥിതിയിൽ നമ്മൾക്ക് മറ്റൊരു സിസ്റ്റത്തെ വേണമെങ്കിൽ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാം. അതായത് നമ്മളെപ്പോഴും പറയുന്ന സാധനമാണ്, പലപ്പോഴും പറയും ഈ ഒരു ഷോൻ്റെ പരിമിതി അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നമ്മളുടേതായ ക്രിറ്റിസിസം എല്ലാ ഷോസിനോടും പുലർത്തുന്ന സമയത്ത് തന്നെ ഓൾട്ടർനേറ്റീവ് ഇല്ലാത്തൊരു കാലത്തോളം നമ്മളുടെ ക്രിറ്റിസിസത്തിനൊന്നും അതിൻ്റേതായൊരു ഫലം ഉണ്ടാവാൻ സാധ്യതയില്ല. ആ അർത്ഥത്തിൽ ഈ ഒരു മദ്ഹിരാവ് എന്നുള്ളത് ഒരു ഓൾട്ടർനേറ്റീവാണ്. ഇത് നിലനിൽക്കുന്ന പല ഷോസിനോട് കിടപിടിക്കുന്ന ഒരു പുതിയൊരു ഷോസാണ്. നമുക്ക് ഒരു പക്ഷേ വരുന്ന ഭാവിയിൽ ഉയർത്തി കാണിക്കാവുന്ന ഒരു പുതിയൊരു സ്റ്റെപ്പായിരിക്കും എന്ന് മാത്രമാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, വളരെ മാപ്പിളപ്പാട്ടുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവതരമായ അക്കാദമിക അന്വേഷണങ്ങളും പഠനങ്ങളും നടത്തുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എന്താണ് ഒരു പൊതുസമൂഹത്തിനുള്ള ഒരു സജഷൻ ഇങ്ങനെയുള്ള പാട്ടുകളുമായി ബന്ധപ്പെട്ട്, ഇതിൻ്റെ ചരിത്രമോ അല്ലെങ്കിൽ ഇതിൻ്റെ ഭാവിയൊക്കെയായി ബന്ധപ്പെട്ട് എന്താണ് സാറിന് പറയാൻ? മാപ്പിളപ്പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മുമ്പേ പറയുന്നൊരു സാധനം, മാപ്പിളപ്പാട്ട് എന്നൊരു നമ്മൾ കേരളത്തിൽ ഒരു പക്ഷേ കേരളത്തിലാവണമെന്നില്ല, ചിലപ്പോൾ ഔട്ട് ഓഫ് കേരളയിലും ഒരു പക്ഷേ സിനിമ പാട്ടിന് ശേഷം ഇത്രയും പോപ്പുലറായ മറ്റൊരു രൂപം മാപ്പിളപ്പാട്ടല്ലാതെ ഇല്ല എന്നുള്ളത് നമുക്ക് വായനയിലൂടെയും അതുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതേ സമയത്ത് മാപ്പിളപ്പാട്ടിനെ ഔട്ട് ഓഫ് കേരളയിലും അതല്ലെങ്കിൽ കേരളത്തിൽ പോലും അക്കാദമികമായി മാപ്പിളപ്പാട്ടിനെ പ്രസൻറ്റ് ചെയ്യുന്നതിൽ നമ്മൾ പലപ്പോഴും വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ് മാപ്പിളപ്പാട്ടുമായി ബന്ധപ്പെട്ട പഠനങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. കാരണം മാപ്പിളപ്പാട്ടുമായിട്ട് ബന്ധപ്പെട്ട ഗൗരവതരമായ ഒരു വളരെ ചുരുങ്ങിയ 3-4 പഠനങ്ങൾ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ മാപ്പിളപ്പാട്ട് എന്നുള്ളത് മാപ്പിളയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. കാരണം മാപ്പിളയുടെ ചരിത്രം എഴുതുന്ന സമയത്തൊക്കെ നമ്മൾ എടുത്ത് കാണിക്കാറുള്ളത് മലബാർ കലാപം ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ സാധനങ്ങൾ പറയുന്ന സമയത്ത് ഒരിക്കൽ പോലും മാപ്പിളപ്പാട്ടിനെ നമ്മൾ മാപ്പിളയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കാറില്ല എന്നുള്ളതാണ്. കാരണം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, വൈദ്യർ ഒരു സവിശേഷ സാഹചര്യത്തിൽ ഉയർന്നു വന്ന് എഴുതിയതല്ല ബദർ ഒരിക്കലും. കാരണം ബദർ എന്നുള്ളത് ആ നിലനിൽക്കുന്ന സിസ്റ്റത്തോടുള്ള പ്രതികരണം രൂപത്തിലായിരിക്കാം കാരണം വൈദ്യർ എഴുതിയിട്ടുള്ളത്. കാരണം ആ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മാപ്പിളപ്പാട്ടിനെ മാപ്പിള ചരിത്രവുമായി കണക്ട് ചെയ്ത് വായിക്കാത്തിടത്തോളം കാലം നമ്മൾ മാപ്പിളപ്പാട്ടിനോട് ചെയ്യുന്നത് മാപ്പിളപ്പാട്ട് എന്നുള്ളൊരു കൾച്ചറൽ ഫോമായിട്ട് അതിനെ മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് അക്കാദമിക് തലത്തിലേക്ക് മാപ്പിളപ്പാട്ടിനെ കൊണ്ടുവരികയും മാപ്പിളപ്പാട്ടിൻ്റെ സാധ്യതകൾ വികസിപ്പിക്കുന്നതിന് ഭാഗമായിട്ട് മാപ്പിളപ്പാട്ടിനെ നമ്മൾ ഒരു മാപ്പിള ചരിത്രവുമായി ബന്ധപ്പെട്ട് തന്നെ വായിക്കണം.
അത് ഒരു പക്ഷേ റെസിസ്റ്റൻറ്റ് ലിറ്ററേച്ചറിൻ്റെ ഭാഗമായിരിക്കാം. നമ്മൾ പറയല്ലോ മലബാർ കലാപമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ബ്രിട്ടീഷ് കൊളോണിയലിസമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ റെസിസ്റ്റൻറ്റ് ലിറ്ററേച്ചറിൻ്റെ ഭാഗമായിട്ട് തന്നെ മാപ്പിള ചരിത്രവുമായിട്ട് ബന്ധപ്പെടുത്തി മാപ്പിളപ്പാട്ടിനെ വായിക്കണമെന്നൊരു അഭിപ്രായമുള്ളവരാണ് ഞാൻ. ഓക്കെ, സോ മച്ച്, താങ്ക് യു സോ മച്ച്. ഈ പരിപാടിയിൽ പങ്കെടുത്തതിൽ വളരെ വലിയ സന്തോഷമുണ്ട്. അഷ്റഫ് സാദി ഉസ്താദാണ് ഇനി നമ്മോട് പറയുന്നത്. കോട്ടപ്പുറത്തുകാരൻ്റെ പേര് ഞാൻ മറന്നു. ഷംനാദ്. നല്ല ശബ്ദവും നല്ല ആലാപനം. എനിക്ക് അങ്ങയുടെ പാട്ട് കേട്ടപ്പോൾ എൻ്റെ പഴയ കാലം ഓർമ്മ വന്നു. ഞങ്ങളൊക്കെ ഈ കഥാപ്രസംഗത്തിന് പോകുന്ന കാലത്ത് എൻ്റെ സ്റ്റേജിൽ പാടുന്ന കുട്ടികൾ അധികവും എവിടെ പോയാലും പാടുന്നൊരു പാട്ടാണ് ത്വാഹ റസൂലുള്ളാഹി. ഷമീർ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അദ്ദേഹം ആ കാസറ്റിൽ അന്ന് ദാസേട്ടൻ പാടിയ ആ മദ്ഹ് ഗാനത്തിലെ ഈ പാട്ടും അതേപോലെ ഖബറാണ് മുമ്പിൽ എന്നൊരു പാട്ടുണ്ട്, അതും ധാരാളമായിട്ട് സ്റ്റേജുകളിൽ പാടുമായിരുന്നു. ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ത്വാഹ റസൂൽ. അതെപ്പോഴും ഞാൻ പാടാൻ സമ്മതിക്കും. ഖബറാണ് മുമ്പിലെന്ന് പാടാൻ ഞാൻ പലപ്പോഴും സമ്മതിക്കില്ല. കാരണം അതൊരു നെഗറ്റീവ് പ്രസൻറ്റേഷൻ. ഖബറാണ് മുമ്പിൽ, ഇവനെ എനിക്ക് ഇനിയും പരിപാടി വേണമല്ലോ, ഇവനാണ് ഖബറിക്ക് പോയ പിന്നെ. അപ്പോൾ ഞാൻ പേടിച്ചിട്ട് അവനോട് പറഞ്ഞു ഈ പാട്ട് പാടണം. അപ്പോൾ അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ടിൻ്റെ സംഗീതം. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പാട്ടിന് പകരം ഞാൻ വേറൊരു പാട്ട് എഴുതിത്തരാം. അങ്ങനെ ആ ട്യൂണിൽ അദ്ദേഹത്തിന് എഴുതി കൊടുത്ത പാട്ടായിരുന്നു പിന്നീട് നമ്മുടെ കുട്ടികളൊക്കെ എടുത്തു പാടിയ മിഴിനീട്ടി നോക്കുമ്പോൾ അഴകായി ജ്വലിക്കുന്നു ത്വാഹ റസൂലുള്ളാഹ്. ആ പാട്ട് അദ്ദേഹത്തിനെ കൊണ്ട് നിരന്തരം പാടിച്ചപ്പോൾ പിന്നീട് ഖബറാണ് മുന്നിൽ എന്നുള്ള പാട്ട് അദ്ദേഹം മറന്നുപോയി. ഇപ്പം അദ്ദേഹത്തോട് പാടാൻ പറഞ്ഞാൽ ഓർമ്മയില്ല, വരികൾ ഓർമ്മയില്ല, ഈ പാട്ടാ പാട്. അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറേ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയ എൻ്റെ ഷംനാദ് കോട്ടപ്പുറത്തിന് ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. 30 വർഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഈ രംഗത്തുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വേദികളൊക്കെ കാണുമ്പോൾ ഞങ്ങളുടെ 30 വർഷത്തെ സ്വപ്നം പുലർന്നു വന്നതായിട്ടാണ് അനുഭവപ്പെടുന്നത്. ഇങ്ങനെയുള്ള വേദികളൊന്നും ഇല്ലെങ്കിൽ ഞങ്ങളുടെ പാട്ടുകളൊക്കെ മരിച്ചു പോകും. എനിക്കിപ്പോഴും അഭിമാനത്തോടെ ഓർക്കാൻ കഴിഞ്ഞു. ഞാനൊരു കൊച്ചുകുട്ടിയാകുമ്പോൾ 14-ാമത്തെ വയസ്സിൽ എഴുതിയൊരു പാട്ടാണ് മറ്റേ വ്യസനമാൽ വിളിച്ചിടും ഞാൻ യാ നബി വ്യഥകളെല്ലാം തീർക്ക് യാ ഹൈറൻ നബി. ഈ 14-ാമത്തെ വയസ്സിലൊരു കുട്ടി പാലപ്പെട്ടി കടപ്പുറം പള്ളിയുടെ മൂലയിലിരുന്ന് ഈ ഒരു പാട്ട് എഴുതുമ്പോൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായില്ല ഈ പാട്ട് ഇങ്ങനെ പല വേദികളിലും ആലപിച്ച്. അത് സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അതങ്ങനെ പുലരുമെന്ന് ഇവിടെ ഇങ്ങനെയുള്ള പരിപാടികൾ കാണുമ്പോഴുണ്ടാകുന്ന ആനന്ദവും സന്തോഷവും 30 വർഷത്തിന് ശേഷം ആ പാട്ടൊക്കെ ഇതുപോലെയുള്ള വേദികളിൽ പാടി കേൾക്കുമ്പോൾ ഇങ്ങനെയുള്ള വേദികൾ, മദ്ഹ് രാവുകൾ, മദ്ഹ് വേദികൾ ഞങ്ങളെപ്പോലെയുള്ളവരുടെ സ്വപ്നങ്ങളുടെ പുലർച്ചയായിരുന്നു. അഭിമാനത്തോടെ പറയാൻ കഴിയും. 18-ാമത്തെ വയസ്സിൽ എഴുതിയ മുത്തുനബി ചാര എന്നുള്ള പാട്ട് നിങ്ങളൊക്കെ ചെറുപ്പത്തിൽ പലരും കേട്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങളാ കാലത്തിൽ മുത്തുനബി ചാര ഒന്നും പാടി ഫലിപ്പിക്കാൻ ഞങ്ങൾക്ക് വേദികളുണ്ടായില്ല. ഞങ്ങൾ വെറുതെ ഉറങ്ങുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് പാടുക എന്നല്ലാതെ അത് പാടി ഫലിപ്പിച്ചത്, അത് ലോകത്തിന് സമർപ്പിച്ചത് ഇങ്ങനെയുള്ള മിടുക്കന്മാരായ ഈ മദ്ഹ് കുട്ടികളാണ്. അവരെ എത്ര അഭിനന്ദിച്ചാലും ഞങ്ങളൊക്കെ എത്ര ദൂരം നിന്ന് വിളിച്ചാലും ഇതിനൊക്കെ ഓടി വരുന്നത് ഞങ്ങളുടെ മരിച്ചു പോകുമായിരുന്ന ആ പാട്ടുകളെ നവജീവൻ കൊടുത്ത് വളർത്തിയെടുത്ത ഷംനാദിനെ പോലെയുള്ള നല്ല മിടുക്കന്മാരായ ആളുകൾ. മുത്തുനബി ചാരയൊക്കെ എപ്പോഴും 30 വർഷത്തിനൊക്കെ ശേഷം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി, അത് എഴുതിയ ആളുകൾക്ക് അതിൻ്റെ ഒരു സന്തോഷം, അത് ആധികാരികമായിട്ട് പറയാൻ ഞാൻ ഈ വേദി ഉപയോഗപ്പെടുത്തുകയാണ്. എല്ലാവർക്കും സന്തോഷം, ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ അവതരണം, കുട്ടികളോടുള്ള ആ സമീപനം, വളരെ സന്തോഷം. ഞാൻ വളരെ കാലം മുമ്പ് മറന്നുപോയ എൻ്റെ പാട്ട് പോലും എന്നോട് പോലും ചോദിക്കാതെ എടുത്തു പറഞ്ഞ് വെയിലേറ്റു പാടുന്ന പൂമൊട്ടു കണ്ടില്ലേ എന്നിട്ടും രണ്ടിറ്റു കണ്ണീർ പൊഴിച്ചില്ലേ എന്ന് ചോദിക്കുന്നത് ഞാൻ മറന്നുപോയ ആ വരികൾ പോലും നിങ്ങളിവിടെ എടുത്തു പാടിയപ്പോൾ ഞാൻ ഈ രംഗത്ത് വന്നതിലും ഈ രംഗത്ത് സജീവമായി നേരത്തെ പാങ്ങുസ്താദ് പറഞ്ഞല്ലോ പണ്ഡിതന്മാർക്ക് പാട്ട് പറ്റില്ല എന്നെന്നോട് ഉപദേശിച്ചിട്ട് പോലും പല ആളുകളും എൻ്റെ സ്റ്റേജിൽ വന്നിട്ട് ഉപദേശിച്ചിട്ട് പോലും എനിക്ക് പറ്റും, പാട്ട് പറ്റും എന്ന് പറഞ്ഞ് പിടിച്ചു നിന്നത് ഈ സന്തോഷം അനുഭവിക്കാനായിരുന്നു. ഇപ്പം ഞാനത് പിടിച്ചു നിന്നതിൽ അഭിമാനിക്കുന്നു എന്നൊക്കെ പറയാൻ ഞാൻ ഈ വേദി ഉപയോഗപ്പെടുത്തുകയാണ്. അമിതമെങ്കിൽ എന്നോട് ക്ഷമിക്കും. ഇല്ല, ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്. ആ വ്യസനമാൽ
ഞാൻ വിളിച്ചിടുന്ന പാട്ട് നേരത്തെ പാടിയല്ലോ, അതൊരു 4 വരിയും കൂടെ മുന്നോട്ട് പോയി. അപ്പോൾ പാട്ടിൻ്റെ വരികളൊന്നും ഇപ്പോൾ കുട്ടികൾക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. ഞാനെന്ന് പറഞ്ഞാൽ ഒരു പാട്ട് എഴുതി കഴിഞ്ഞാൽ പിന്നെ ആ പാട്ടിനെ മറന്നു കളയുന്ന ആളാണ്. ഒരു പാട്ടും ഞാൻ കൂടെ കൊണ്ടു കൊടുക്കാറില്ല. ഒരു പാട്ട് എഴുതി കഴിഞ്ഞാൽ ഇപ്പോൾ മുത്തുനബിചാരെ ഏറ്റവും ഹിറ്റായ പാട്ട്, അതുപോലെ വ്യസനന്മാർ വിളിച്ചിടും, താരങ്ങൾക്കിടയിലൊരു അമ്പിളിയോ, ഇതിനൊക്കെ പല്ലവി പോലും ഓർമ്മയില്ല. ഓരോ വരികൾ മാത്രമേ എനിക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. കാരണം എൻ്റെ ശീലം എന്ന് പറഞ്ഞാൽ ഒരു പാട്ട് എഴുതി കഴിഞ്ഞാൽ ആ പാട്ട് ഞാൻ മറന്നു കളയും. എന്നാലും എനിക്ക് അടുത്ത പാട്ട് എഴുതാനുള്ള സന്തോഷം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ആ പാട്ടിനെ അനുകരിക്കും. ആ പാട്ടിലെ തെറ്റുകുറ്റങ്ങൾ ഞാൻ പിന്തുടരും. ആ പാട്ടിലെ പ്രശ്നങ്ങൾ എൻ്റെ മനസ്സിലങ്ങനെ കിടക്കുമ്പോൾ ഞാനത് മറക്കും. മറക്കാൻ മനഃപൂർവ്വം മറന്നു കഴിഞ്ഞിട്ടാണ് അടുത്ത പാട്ട് എഴുതുന്നത്. അപ്പോഴാണ് എനിക്ക് പുതിയ പാട്ട്, പുതിയ ഭാവത്തിൽ, പുതിയ വരികളും പുതിയ ഭാഷകളും ഒക്കെ സ്വായത്തം. ഇപ്പോൾ പുതിയ കാലത്ത് കുട്ടികളുടെ ട്രെൻഡിനനുസരിച്ച് പാട്ട് എഴുതേണ്ടി വന്നിരിക്കുകയാണ് ഞങ്ങളൊക്കെ. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ പഴയ പാട്ടുകൾ കേട്ടോ ഭയങ്കര സന്തോഷമായി. എല്ലാവരും പഴയ ഈരടിപ്പാട്ടുകൾ പാടി. ഇപ്പോഴങ്ങനൊന്നുമല്ല. ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ളവരുടെ മുമ്പിലേക്ക് വരുന്ന ട്യൂണുകൾ തന്നെ പല്ലവി അനുപല്ലവി ചരണമൊന്നുമില്ല. ഒറ്റൊരു ബോഡിയാണ്. തുടങ്ങിയ അവസാനം വരെ ഒറ്റ പാട്ട്. മലരാങ്കുലം നിർത്തി നദി പോ എന്നൊക്കെ ഞങ്ങൾ എഴുതേണ്ടി വരുന്നത് അങ്ങനത്തെ പാട്ടുകളുടെ ഇപ്പോഴത്തെ ആ ട്രെൻഡ്. അപ്പോൾ ഇവർ കുട്ടികളുടെ ട്രെൻഡിനൊപ്പം സഞ്ചരിക്കുക എന്നുള്ളത് നമ്മളെപ്പോലുള്ള പ്രായമുള്ള ആൾക്കാർക്ക് ഒരിക്കലും സാധ്യമല്ല. കാരണം അപാരമാണ് അവരുടെ കഴിവ്, അപാരമാണ് അവരുടെ എന്താ പറയുക സംഗീതത്തിലുള്ള മികവ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. എന്നാലും വെച്ചെങ്കിലും മുടന്തിയെങ്കിലും ഞങ്ങളൊക്കെ അവരുടെ കൂടെ സഞ്ചരിക്കുന്നത് അവരുടെ കാരുണ്യം കൊണ്ടാണ്. ഞങ്ങൾക്ക് വേണ്ടി അവർ കുറച്ചും കൂടെ സ്ലോ ആവുകയാണ്. അവരുടെ കാരുണ്യമാണ് ഞങ്ങളെ അവരൊപ്പം ഓടിയെത്താൻ സഹായിക്കുന്നത്. ഞങ്ങളവരെ മുൻകടക്കുകയല്ല എന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. കൂടുതൽ പാട്ടുകൾ എന്നെ കൊണ്ട് പാടിച്ച് ഞാൻ മറന്നുപോകും. ഞാൻ എൻ്റെ സ്വന്തം പേര് പോലും ചിലപ്പോൾ മറന്നു പോകുന്ന ആളാണ്. എന്താ പേര് എന്ന് വെച്ചാൽ എനിക്കൊരു ദിവസം ഓർമ്മയില്ല എൻ്റെ പേര്. അപ്പോൾ ആ നിലക്ക് കൂടുതൽ പാട്ടുകൾ എൻ്റെ ഫേമസായ കുറേ പാട്ടുകളുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നു അതിലൊരു 4 വരി പാടാൻ തോന്നുന്നു. എനിക്കിപ്പോൾ ഓർമ്മയുള്ള താരങ്ങൾക്കിടയിലൊരമ്പിളിയോ റസൂലുള്ള ആമ്പൽ കുളത്തിലെ താമരയോ. അന്ന് പാട്ട് എഴുതാൻ അധികം കഴിവില്ലാത്ത ചെറുപ്പത്തിൽ എഴുതിയ പാട്ടുകളാണ് അതൊക്കെ. അതുകൊണ്ടാണ് അങ്ങനത്തെ വരികളൊക്കെ. ആ പാട്ട് പിന്നെ ആരോ വേറെ വരികളൊക്കെ ഇങ്ങോട്ട് വേറെ പാട്ടിലൊക്കെ ആക്കിയിട്ട് അയാളോടെയും ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്. എനിക്കെന്നെ അർത്ഥം അറിയില്ല. ഞാനന്ന് കുട്ടിക്കാലത്ത് എഴുതിയ. അപ്പോൾ അറിയാം എനിക്കും അർത്ഥം അറിയില്ല, ഞാൻ കേട്ട് എഴുതിയെന്ന് പറഞ്ഞു. അത് നല്ലതാണ്. നമ്മളെ പാട്ടുകൾ മറ്റുള്ളവർ കേട്ട് എഴുതി പകർത്തി എഴുതുന്നതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. സന്ധ്യാർക്കൻ മണ്ണിലിറങ്ങിയതോ ഹബീബുള്ള വൈഡൂര്യക്കുന്നിലെ മഞ്ചരിയോ. വൈഡൂര്യം എന്നുള്ള ഞാൻ എഴുതിയപ്പോൾ ആരോ കേട്ടിട്ട് വൈദൂരം, ഏത് കുറേ ദൂരത്തുള്ള ഏതൊരു കുന്നിൽ മഞ്ചരി എന്നുള്ള ഏതൊരു പാട്ടുകാരിയാണൊക്കെ തോന്നും. എനിക്കിപ്പോഴും അതിൻ്റെ അർത്ഥങ്ങളറിയില്ല. അപ്പോൾ അനുകരിക്കുന്നത് നല്ലതാണ്. പക്ഷേ അനുകരിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് അനുകരിക്കുന്നതെന്നും അനുകരിക്കപ്പെടുന്ന വസ്തുവിനെക്കുറിച്ചും ഒരു അവബോധം നമുക്കുണ്ടാവണം. പക്ഷെ ഞങ്ങൾക്കൊക്കെ സന്തോഷം. നമ്മളെ പാട്ടിനെ കോപ്പിയിൽ നിന്ന് അടിക്കാമെന്ന് ഞാൻ ആ പ്രയോഗം തന്നെ ഞാൻ ചെയ്യാറില്ല. അത് കടമെടുക്കുമ്പോൾ നമ്മളൊക്കെ പല പാട്ടിൽ നിന്നും പല ഇനങ്ങളിൽ നിന്നും എല്ലായിടത്തു നിന്നും കടമെടുത്തിട്ടാണ് നമ്മളെ വരികളൊക്കെ ഉണ്ടാകുന്നത്. അല്ല നമുക്ക് സ്വന്തമായിട്ട് വരികളൊന്നും ആകാശത്ത് നിറങ്ങി വരുന്നില്ല. പല പാട്ടുകളും കേൾക്കുമ്പോൾ പല വായന. എനിക്ക് പറയാനുള്ളത് കുട്ടികളോട്, നിങ്ങളുടെ പാട്ടുകൾ ഒരു പാട്ട് പാടണമെങ്കിൽ 100 പാട്ട് കേൾക്കണം. എന്നാലാണ് പല വ്യത്യസ്തമായ പാട്ടുകൾ കേൾക്കണം. എന്നാൽ അവരൊക്കെ മനസ്സിലും അവരൊക്കെ നമ്മൾ അനുകരിച്ച് അതിന് നല്ലത് സാംശീകരിച്ച് നല്ല പാട്ടുകാരാവണം. പിന്നെ അക്ഷരശുദ്ധിയുടെ കാര്യത്തിൽ എനിക്ക് എപ്പോഴും പറയാനുള്ളത്, അറബി ഉച്ചരിക്കുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട. ഈ മദ്ഹഗാന രംഗത്തുള്ളവർ അലി എന്നൊക്കെ പറയും, മുഹമ്മദ് എന്നൊക്കെ പറയും, സ്വാഹിബ് എന്നൊക്കെ പറയാറ്. ആ ഒരു ധൈര്യം മലയാളം പറയുമ്പോഴും ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഒരു അതിഥി ആയതുകൊണ്ടാണ് അതിനെക്കുറിച്ചൊന്നും ഇവിടെ പറയാത്തത്. അപ്പോൾ മലയാളം പറയുമ്പോഴും മലയാള ഭാഷ, നമ്മൾ മലയാളികളാണ്, മലയാള ഭാഷയിലുള്ള മദ്ഹ് നിങ്ങൾ പാടുമ്പോൾ ഇവിടെ എനിക്ക് ഏറ്റവും ഇവിടെയല്ല പൊതുവെ മദ്ഹ് രംഗത്ത് അനുഭവപ്പെട്ടിട്ടുള്ളൊരു ന്യൂനത എന്ന് പറഞ്ഞുകൂടാ, ഒരു ശ്രദ്ധക്കുറവ്. അത് ഭാഷാശുദ്ധിയാണ്. ഭാഷാശുദ്ധി ശരിക്കുണ്ടായെങ്കിലാണ് ഞങ്ങളെപ്പോലുള്ള വയസ്സന്മാരുടെ ഹൃദയത്തിലും കൂടെ നിങ്ങൾ ഇടം പിടിക്കുകയുള്ളൂ. അപ്പോൾ ഒരു മലയാളം ഉച്ചരിക്കുമ്പോൾ അത് നല്ല നമ്മുടെ ഉസ്താദന്മാർ ഇപ്പോൾ ഒന്നിനും കുറവില്ല. പഠിക്കാനും കേൾക്കാനും പകർത്താനും ഒന്നും ഒരു വർഷവും ഞങ്ങളുടെ കാലത്തൊക്കെ ഒരു പാട്ട് എഴുതാൻ ഞങ്ങൾക്ക് മാതൃകകളുണ്ടായിരുന്നില്ല. ഒരു പാട്ട് കേട്ട് വേറൊരു പാട്ട് എഴുതാനുണ്ടായിരുന്നില്ല. ഞങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കുക തന്നെ വേണം. അപ്പോൾ അതൊക്കെ മാറി നല്ല എല്ലാ സൗകര്യങ്ങളും അല്ലാഹു ഒരുക്കി തന്ന ഒരു യുഗത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഭാഷയോട് നന്ദി കേട് കാണിക്കാതെ
ആ മലയാള ഭാഷയുടെ അക്ഷരങ്ങൾ ശരിയായ വിധത്തിൽ പഠിച്ചിട്ട് സ്റ്റേജുകളിൽ വരുമ്പോൾ നിങ്ങൾക്കൊന്നുകൂടെ ആത്മവിശ്വാസം ഉണ്ടാവും. നിങ്ങളെ ലോകം മുഴുവൻ വാഴ്ത്തും. അത് സമൂഹഭേദമന്യേ, ജാതിഭേദമന്യേ, മതഭേദമന്യേ നിങ്ങളെല്ലാവരുടെ ഹൃദയങ്ങളിലും ഇടം പിടിക്കും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. അഷ്റഫ് സാദി ഉസ്താദിനെ പോലുള്ള വളരെ പ്രഗത്ഭനായ ഒരാൾ തന്നെ നമ്മുടെ ഈ എപ്പിസോഡിൽ ഗസ്റ്റായി പങ്കെടുത്തതിൽ വളരെ വലിയ സന്തോഷമുണ്ട്. ഒരുപാട് പാട്ടുകളിലൂടെ ശരിക്കും എൻ്റെ മനസ്സൊക്കെ ഇങ്ങനെ ഓടിപ്പോവുകയായിരുന്നു. എരുമാട്ടിലെ മണിദീപമേ എന്ന് പറയുന്ന ഒരു പാട്ട് മണ്ണൂർ അല്ലേ, കോഴിക്കോട് സ്റ്റുഡിയോയിൽ വെച്ച് പാടുന്ന സമയത്ത് ഞാനവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ബിജുവേട്ടൻ അന്ന് തന്നെ ഈ അഷ്റഫ് സാദിയെക്കുറിച്ച് ഒരുപാട് കമൻസ് അവിടുന്ന് ചെയ്തിരുന്നു. ഏതായിരുന്നാലും ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചു. പുതിയ തലമുറയ്ക്ക് വളരെ നന്മയുള്ള ഒരുപാട് മെസ്സേജുകളാണ് അഷ്റഫ് സാദി സാർ നൽകിയിരിക്കുന്നത്. സന്തോഷമായില്ലേ? ഓക്കെ, അപ്പോൾ ഇനിയും ഉഷാറായിട്ട് പാടണം, റൈറ്റ്? ഇനിയും പാടാം അല്ലേ? ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. 3ാം സ്ഥാനക്കാരനാകുന്നവനുള്ള ക്യാഷ് പ്രൈസ് വിത്ത് ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നു മഖ്ഫിൽ മദീന ഇശൽ സംഘം. മനം കവരും പാട്ടഴക് മതിമറന്ന് ലയിക്കും സ്വരമാധുര്യവും കൊണ്ട് പ്രേക്ഷകരിൽ അനുരാഗത്തിന്റെ അനുഭൂതി നൽകിയ ഗായകരുടെ സംഘബലം ടീം മഖ്ഫിൽ മദീന ഇശൽ സംഘം. ജയ്ഹുൻ മദ്ഹരാവ് സീസൺ 1 സെമി ഫൈനൽ മത്സരങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. കലാകേരളത്തിൻ്റെ കൊച്ചു പ്രതിഭകൾ നടത്തിയ മികച്ച ഒരുപാട് ഗാനങ്ങളോടെ നമുക്ക് ഇനി ആരാണ് ഫൈനലിൽ മാറ്റുരക്കുന്നത് എന്ന് നോക്കാം. അടുത്ത വെള്ളിയാഴ്ച 8:30 വീണ്ടും കാണാം. ജയ്ഹൂൻ മദ്ഹരാവ് നിങ്ങളോടൊപ്പമുണ്ട്. വീണ്ടും നിങ്ങളുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി. അസ്സലാമു അലൈക്കും.